എല്ലാവർക്കും നമസ്കാരം. ടാർമാക് മീഡിയ ഹൗസിൻ്റെ റൈറ്റ് ടേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം റൈറ്റ് ടേക്കിൻ്റെ ആദ്യത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് ISRO ചെയർമാൻ ശ്രീ ഡോക്ടർ സോംനാഥ് സാറാണ്. അദ്ദേഹത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോ ഐ സ്ട്രേറ്റ് അവേ ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. വെൽക്കം സോംനാഥ് സർ. നമസ്കാരം. റൈറ്റ് ടേക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. ആലപ്പുഴയിലേക്ക് വാ. സാറിൻ്റെ ഗ്രാമത്തിലേക്ക് പോവാം. അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അരൂർ എന്ന് പറയുന്ന ഗ്രാമം ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റം, കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലേക്ക് ഉള്ള പാലം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. വലിയൊരു കൂട്ടുകുടുംബം, അന്നത്തെ പഴയ നായർ കൂട്ടുകുടുംബങ്ങളുടെ സ്വഭാവമുള്ള ഒരു കൂട്ടുകുടുംബം. മുത്തച്ഛൻ, അമ്മുമ്മ, അമ്മാവന്മാർ, അവരുടെ കുടുംബങ്ങൾ, എൻ്റെ കുടുംബം എല്ലാം കൂടി ഒരുമിച്ച് ഒരു പുരയ്ക്കുള്ളിൽ കഴിയുന്ന ഒരു വലിയ കുടുംബം. അതിൽ ഞാനും വന്ന് ജനിച്ചു വീണു ആ കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയുടെ മകനായിട്ട്. ആറ്റുനോറ്റിരുന്നുണ്ടായ ഒരു കുട്ടിയാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മുമ്പ് 2 കുട്ടികളുണ്ടായി, അവർ മരിച്ചുപോയി. അങ്ങനെ ഉണ്ടായ കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണ് ഞാൻ. അതാണ് അതിനെക്കുറിച്ചുള്ള ആദ്യമായിട്ട് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ അറിവ്. അച്ഛൻ സ്കൂൾ അധ്യാപകൻ, നാട്ടിലല്ല, തൃശ്ശൂർ ജില്ലയിലെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. അമ്മ വീട്ടമ്മ. പിന്നെ എൻ്റെ അമ്മുമ്മയും അമ്മാവന്മാരും എല്ലാം ഉണ്ട്. കാർഷിക കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കൃഷിയും തെങ്ങയും മറ്റും പച്ചക്കറിയും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിതകാലം കഴിഞ്ഞു കൂടുന്നു. കശുവണ്ടി അങ്ങനെയൊക്കെ എല്ലാം. അങ്ങനെ ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബം. ധാരാളം അടുത്ത് തന്നെയുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ളവരാണ് അടുത്തുള്ള കുടുംബങ്ങളെല്ലാം കൂടുതലും. അവിടെയുള്ള സ്കൂളുകളിൽ പഠിച്ചത് ആദ്യം കുറച്ചു കാലം അച്ഛൻ്റെ ഒപ്പമായിരുന്നു. അതുകൊണ്ട് തൃശ്ശൂരാണ് ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിച്ചത്. തിരിച്ച് അരൂരെത്തി 2ാം ക്ലാസ് മുതൽ പിന്നീട് 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അച്ഛനൊരു ഹിന്ദി മാഷായിരുന്നു അല്ലേ? അച്ഛനൊരു ഹിന്ദി അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിലെത്തിയത്, ഞാൻ പറഞ്ഞല്ലോ, അരൂരെത്തിയത് 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ അവിടുത്തെ ഒരു ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 4 മുതൽ 10ാം ക്ലാസ് വരെ അവിടെ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ എന്നൊരു സ്കൂളിലാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ചെറുപ്പത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളതെല്ലാം കൃഷി, നെൽകൃഷിയുടെ കാര്യങ്ങളും, കൊയ്ത്ത്, മെതി, അതിൻ്റെ വൈക്കോൽ ഉണക്കുന്നത്, തുറുവിടുന്നത്, അതുപോലെ തേങ്ങ 2 മാസത്തിലൊരിക്കലുള്ള തേങ്ങ ഇടുന്നതും അതിൻ്റെതായിട്ട് ആഘോഷങ്ങളും. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്ന, അതുപോലെ കൃഷിയിലുള്ള വെള്ളം ഒഴിക്കൽ, കൃഷിക്ക് വേണ്ടിയുള്ള ജോലികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ചെറുപ്പത്തിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസവും കടന്നുപോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. താങ്കളുടെ ഒരു സുഹൃത്ത് എൻ്റെ പറഞ്ഞത് താങ്കൾ ചെരുപ്പിട്ട് തുടങ്ങിയത് പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം മുതലാണെന്നുള്ളതാണ്. അത് ശരിയാണ്. കാരണം അന്നത്തെ നാട്ടിലൊന്നും ആരും കുട്ടികളൊന്നും ചെരുപ്പിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല. ചിലപ്പോഴൊക്കെ സ്കൂൾ അധ്യാപകന്മാരൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് സ്കൂളിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചെരുപ്പ് ഇടേണ്ടത് ഒരു ആവശ്യകതയാണെന്ന് പോലും തോന്നാത്ത ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊന്നും ചെരുപ്പിട്ടല്ല പോകുന്നത്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടാകുന്നു. അങ്ങനെ ബെയർഫുട്ടായിട്ട് തന്നെ നടന്നു പോകുന്നത്, ഓടിപ്പോകുന്നത്. ഓട്ടമാണ് പ്രധാനം. പുസ്തകം എല്ലാം കെട്ടി തലയിലോ ബോഡിയിലോ കെട്ടി വെച്ചിട്ട് ഓടുവാണ് സ്കൂളിലേക്ക്. ആ ഓട്ടം എന്ന് പറഞ്ഞാൽ അത് തോടുകളും മലകളും ചാടിക്കടന്ന് പോകുന്ന ഓട്ടമാണ്. എത്രയോ തോടുകളും വെള്ളമൊക്കെ ഉണ്ട് ആ വഴിക്കെല്ലാം. അതെല്ലാം ചാടിക്കടന്ന് പോവുക എന്നുള്ളതാണ് അന്നത്തെ ഒരു ത്രില്ല്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഓട്ടമാണ് ഇപ്പോൾ ISRO ചെയർമാനായിട്ട് ഓടുന്നത്. അതെ. സാമ്പത്തികമായി എന്ത് തരം സപ്പോർട്ടായിരുന്നു? എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ പട്ടിണിയില്ലായിരുന്നു. കാരണം എല്ലാം 3 നേരം ആഹാരമുണ്ട്. കാരണം അതൊരു കൃഷി കുടുംബം ആയതുകൊണ്ട് തന്നെ ആഹാരത്തിന് യാതൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും ആഹാരം അങ്ങനെ ഒരു ലക്ഷറി ആഹാരത്തിൻ്റെ ഒരു കാലഘട്ടം അല്ല ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളത്. എൻ്റെ വീടിന് ചുറ്റും പോലും അന്നൊരു തരം സെമി ദാരിദ്ര്യമാണ്. എല്ലാവർക്കും ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പലരും കഞ്ഞി ഒക്കെയാണ്, പഴയ ദിവസം പഴങ്കഞ്ഞി ഇതിലൊക്കെയാണ് പല ആളുകളും കഴിഞ്ഞു കൂട്ടിയിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കൾച്ചറലുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ദോശ, പുട്ട്, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റൊക്കെ വന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരിക്കലും ദോശയോ പുട്ടോ ഒന്നും കഴിച്ചിട്ടില്ല. കൂടുതലും കഴിക്കുന്നതെല്ലാം കിഴങ്ങുകൾ പുഴുങ്ങിയത്, അല്ലെങ്കിൽ പയർ, കടല വേവിച്ചത്, ഇതൊക്കെയാണ് അന്നത്തെ ഒരു സ്റ്റൈല്. അതുപോലെ ചായയിൽ പാലൊഴിച്ച് ചായ കുടിക്കുക, പഞ്ചസാര ഇടുക, ഇതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു. വീട്ടിൽ കൂടുതൽ ശർക്കരയും കട്ടൻ ചായയും, അതാണ് സ്റ്റൈല്. അപ്പോൾ അന്നത്തെ ഒരു ലക്ഷറി അതൊക്കെയാണ്. പക്ഷേ എൻ്റെ ചുറ്റുവട്ടത്തും അതിനേക്കാളും ദാരിദ്ര്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൃഷി കുടുംബമായതുകൊണ്ട് തന്നെ നെല്ല് ഉണ്ടായിരുന്നു. അത് കുത്തി അരിയാക്കി
ചോറ് വയ്ക്കുക. അതുകൊണ്ട് ചോറ് എപ്പോഴും ഉണ്ട്, അരിയും ഉണ്ട്, തേങ്ങ ഉള്ളതുകൊണ്ട് തേങ്ങയുണ്ട്, പച്ചക്കറികൾ കൃഷിയുള്ളതുകൊണ്ട് പച്ചക്കറിയുമുണ്ട്. പക്ഷെ മറ്റെല്ലാ സാധനങ്ങളും ഒരു ലക്ഷറിയാണ്. വെളിച്ചെണ്ണ ഒരു ലക്ഷറിയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. എന്നാൽ ഉരുളക്കിഴങ്ങ്, സവാള ഇതൊക്കെ ലക്ഷറിയിൽപ്പെട്ട ഐറ്റങ്ങളാണ്. അപ്പോൾ ഒരു ഒരു ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ലക്ഷറിയും അവിടെ തന്നെ ഉള്ളതെല്ലാം സമൃദ്ധവുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്നൊന്നും അത് തോന്നിയിട്ടില്ല. ഞാൻ ഇന്നും പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഒരു ദാരിദ്ര്യാവസ്ഥയായിരുന്നല്ലോ എന്ന്. ആലപ്പുഴക്കാർക്ക്, ഞാനും ആലപ്പുഴക്കാരാണ്, ഞാനും ആലപ്പുഴക്കാരനാണ്. കുട്ടമ്പേരൂർ എന്നൊരു വില്ലേജിൽ നിന്നാണ്. സംഗീതം നമുക്കൊക്കെ ഉള്ളതാണ്, വായന, സംഗീതം. താങ്കളെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ സംഗീതവുമായിട്ട് വളരെ അഗാഢമായ ബന്ധം ചെറിയ നാളുകളിൽ തന്നെ ഉണ്ടെന്നറിഞ്ഞു. കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. പിന്നീട് അതൊന്ന് കണ്ടിന്യൂ അല്ല, ഞാൻ ഒരിക്കലും അതൊരു കർണാടക സംഗീതജ്ഞനാകാനോ പാട്ട് പാടാനോ വേണ്ടിയിട്ടല്ല സംഗീതം അഭ്യസിച്ചത്. ചെറുപ്പത്തിൽ തന്നെ എന്നോട് സംഗീതത്തോടുള്ള ആഭിമുഖ്യം ഉണ്ടാക്കിയ എൻ്റെ അച്ഛനാണ്. പ്രത്യേകിച്ചും റേഡിയോ ആണ് അന്ന് വീട്ടിലുണ്ടായിരുന്ന ഏക സംഗീത ഉപകരണം. മറ്റു ഉപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റേഡിയോ സംഗീത ഉത്സവം നടക്കാറുണ്ട് പലപ്പോഴൊക്കെ. ആകാശവാണി സംഗീത ഉത്സവം. ആ സംഗീത ഉത്സവം നടക്കുന്ന വീട്ടിലൊരു ഉത്സവമാണ് എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പാട്ടുകൾ വരുമ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ അതിന് ചുറ്റും ഇരുന്ന് കേൾക്കും. അച്ഛൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ആരാണ് ഈ വായിക്കുന്നത്? ചിലപ്പോൾ ശമാങ്കുടി ആയിരിക്കാം, ചിലപ്പോൾ ചെമ്പയായിരിക്കും, അല്ലെങ്കിൽ വീണ, അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ വായിക്കുന്ന ഫേമസ് ആയിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരുണ്ട്, മല്ലികാർജുൻ മൻസൂർ മുതലായവരൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമായിരുന്നു, ഇങ്ങനെയുള്ള പാട്ടുകാരും അവരുടെ കഥകളും ഒക്കെ. അതുപോലെ നാട്ടിലെവിടെയെങ്കിലും കച്ചേരി ഉണ്ടെങ്കിൽ, അമ്പലങ്ങൾ ഉത്സവം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ വലിയ ഒരു സംഭവമാണ്. ഉത്സവങ്ങൾക്ക് കൂടുക എന്നുള്ളത്, രാത്രി കാലങ്ങളിൽ പോയി ഉത്സവം കാണുക, അതിനുള്ള പ്രോഗ്രാമുകൾ കേൾക്കുക, ഇതൊക്കെ വളരെ നാട്ടുപുറത്തുകാരായ ഞങ്ങൾക്കുള്ളൊരു ലക്ഷറിയിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടുത്തെ പറമ്പിൽ പോയി രാത്രി മുഴുവൻ ഇരുന്ന് ഇതെല്ലാം കേൾക്കും. അപ്പോൾ കഥകളി ഉണ്ടെങ്കിൽ പോവും. കഥകളി വളരെ സ്ഥിരമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും കഥകളി ഉണ്ടാവും. അതുപോലെ തന്നെ സംഗീത കച്ചേരികൾ, നാദസ്വര കച്ചേരികൾ, പഞ്ചവാദ്യമേളങ്ങൾ, ചെണ്ടമേളങ്ങൾ, ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നിൽക്കുക, കേൾക്കുക എന്നുള്ളൊരു രീതിയാണ്. അച്ഛൻ എന്നെ കൊണ്ടുപോകും, അച്ഛനെ പോവും. അച്ഛനില്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകും. ISRO ചെയർമാൻ ആയതിനു ശേഷം ഇങ്ങനെയുള്ള സംഗീതോത്സവങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ പോയിട്ടുണ്ട്. പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്, ചൗടയ ഹോളിൽ പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പോയി ചില പ്രോഗ്രാമുകളിലൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. താങ്കളുടെ ടീച്ചേഴ്സ്, സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ സംസാരിച്ചിട്ടില്ല, ആ ഒരു പ്രായത്തിൽ തന്നെ യു ആർ വെരി ക്ലിയർ അബൌട്ട് യുവർ ടാർഗറ്റ്. പിന്നെ ലക്ഷ്യം എന്താണ്? ഡെസ്റ്റിനേഷൻ വാസ് വെരി ക്ലിയർ. അതാണ് പല ടീച്ചേഴ്സും പറഞ്ഞത്. അന്ന് തന്നെ ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആകണമെന്നൊരാഗ്രഹം താങ്കൾ ഉണ്ടായിരുന്നു? അതോ വേറൊരു ടീച്ചർ പറഞ്ഞ ഡോക്ടർ ആകണമെന്നായിരുന്നു? സോ യു ബിക്കെയിം എ സയൻറ്റിസ്റ്റ് ബൈ ആൻ ആക്സിഡൻറ്റ് ഓർ? എനിക്കറിയില്ല, അങ്ങനെ ഒരു കൃത്യതയൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിരുന്നു, വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഞാൻ വളർന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ സാഹചര്യത്തിൽ നിന്നുള്ള മോചനം, ഒരു ഗ്രാമീണ സാഹചര്യത്തിൽ നിന്നും വിദ്യാഭ്യാസം കുറവുള്ള, ചുറ്റുമുള്ളവരൊന്നും അങ്ങനെ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല. അപ്പോൾ എന്നെ ചെറുപ്പത്തിൽ തന്നെ ആ ബോധമുണ്ടായിരുന്നു, വിദ്യാഭ്യാസമാണ് നമ്മളുടെ ഉത്കർഷയ്ക്കുള്ള, അഭിവൃദ്ധിക്കുള്ള ഏക മാർഗം എന്ന് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്ന പല രീതിയിലാണ്. ഒന്ന്, വായിക്കാനുള്ള സാധനങ്ങൾ തരിക, പ്രഷറൈസ് ചെയ്തല്ല അത് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ശാസ്ത്രത്തെക്കുറിച്ചും വായനയെക്കുറിച്ചും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ വേണ്ടിയിട്ടല്ല പഠിച്ചിരുന്നത്, പക്ഷേ പലപ്പോഴും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാച്ചുറലി സയൻസിനോടുള്ള താല്പര്യം ഉണ്ടായി. കാരണം അതും എൻ്റെ അച്ഛനിൽ നിന്ന് വന്ന ഒരു സ്വഭാവവിശേഷമാണ്. ഭാഷാ അധ്യാപകനാണെങ്കിൽ ശാസ്ത്രത്തോട് താല്പര്യമുള്ള ഒരാളായിരുന്നുകൊണ്ട് ചെറുപ്പത്തിൽ എനിക്ക് വളരെ ക്ലിയറാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ബയോളജി സബ്ജക്റ്റാണ്. ഒരു ഡോക്ടറാകണമായിരുന്നു എൻ്റെ ഉള്ളിലാഗ്രഹം. എന്നിട്ട് വല്ല സ്ഥലങ്ങളിലൊക്കെ പോയി സർവീസ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ബയോളജിയിൽ ഞാൻ ഡിസക്ഷനൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി. ഇപ്പോൾ കോളേജിൽ ചേരുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിൽ എനിക്ക് ബയോളജിക്ക് സ്റ്റേറ്റ് ഫസ്റ്റും കൂടെ ആയിരുന്നു ഞാൻ 10ാം ക്ലാസ്സിലെ മാർക്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ എഞ്ചിനീയർ ആയത് കൊണ്ട് ആക്സിഡൻഷ്യലാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. റൈറ്റ്, വെരി ഇൻട്രസ്റ്റിംഗ്. ISRO താങ്കളുടെ ഇനിഷ്യൽ ഡേയ്സ് എന്തായിരുന്നെന്ന്? ഞാൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ 7th സെമസ്റ്ററിലാണ് എനിക്ക് ISROയിൽ ജോലി കിട്ടുന്നത്. അന്ന് ISROയുടെ PSLV പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു.
ഇപ്പോൾ PSLE പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ് നടന്നത്. ക്യാമ്പസിൽ വന്നല്ല, ക്യാമ്പസിലുള്ളവരെ ISROയിൽ കൊണ്ടുപോയി ഇൻ്റർവ്യൂ നടത്തി ആളെടുക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ 7th സെമസ്റ്ററിൽ ഞാനും എൻ്റെ 10-12 സുഹൃത്തുക്കളും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ISROയിൽ പോയത്. ഇൻ്റർവ്യൂ നടത്തി ഞങ്ങൾ 5 പേര് അന്ന് ജോലിക്ക് കയറി. ഞങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നേരെ ISROയിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ദിവസമാണ്. ആദ്യ ദിവസങ്ങളിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഡോക്ടർ രാമനാഥൻ എന്ന് പറയുന്ന ഒരാളാണ്. സുബ്രഹ്മണ്യ ചന്ദ്രശേഖരൻ്റെ സഹോദരനാണ് അദ്ദേഹം. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽപ്പുണ്ട്. എവിടെയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേർ സംതിങ് ഈസ് ഹാപ്പനിങ് പ്ലേസിൽ പോകണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്നെ അന്നത്തെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയ PSLE പ്രോജക്റ്റിലേക്കാണ് പോയത്. അങ്ങനെ PSLE പ്രോജക്റ്റിലാണ് ഞാൻ ആദ്യം ജോലിക്ക് എത്തുന്നത്, റിപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ മാധവൻ നായരുടെ മുമ്പിൽ. ഡോക്ടർ സോംനാഥ് സാറിൻ്റെ ISRO റിലേറ്റഡുമായിട്ടുള്ള പല ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ടെക്നോളജിക്കൽ, വളരെ ടെക്നിക്കലായിട്ടുള്ള ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അതർ സൈഡ് ഓഫ് സോംനാഥാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത, അതായത് തിങ്സ് വാട്ട് യു ഡു നോട്ട് നോ അബൌട്ട് ഹിം. സോ ആ ഒരു മിഷനാണ് എൻ്റേത് ഈ റൈറ്റ് ടേക്കിൽ. സോ ഓൾ മൈ ക്വസ്റ്റ്യൻസ് വിൽ ബി ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. ISROയിൽ താങ്കളെ ഇൻഫ്ലുവൻസ് ചെയ്ത താങ്കളുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. 3-4 വ്യക്തികളാണ്. ഒന്ന് വിക്രം സാരാഭായി, പ്രൊഫസർ സതീഷ് ധവാൻ, അബ്ദുൽ കലാം. 3 ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഉള്ള 3 ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഇവരെക്കുറിച്ചുള്ള താങ്കളുടെ ഓർമ്മകൾ എന്തെല്ലാമാണ്? ഞാൻ ISROയിൽ ജോയിൻ ചെയ്തപ്പോൾ ഇവരാരും അവിടെ ഇല്ല. അപ്പോൾ ഇവരെല്ലാം അവിടെ പ്രസൻ്റ് അല്ലാത്ത പ്രസൻസുകളായിരുന്നു. സാരാഭായി മരിച്ചുപോയി കഴിഞ്ഞിരുന്നു. സതീഷ് ധവാൻ ചെയർമാനായിട്ടുണ്ട്, അദ്ദേഹം ബാംഗ്ലൂരിലുണ്ട്. അബ്ദുൽ കലാം ഞാൻ ജോയിൻ ചെയ്യുന്ന തൊട്ട് മുമ്പ് തന്നെ ISROയിൽ നിന്ന് DRDOയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവരെ പോയാൽ പോലും അവരുടെ ഒരു അദൃശ്യമായ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ ഓർഗനൈസേഷനിലുണ്ടായിരുന്നു. ഓറ അത് പല രീതിയിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് എന്നിൽ കാണാമെന്ന് പറഞ്ഞ പോലെ അബ്ദുൽ കലാമിൻ്റെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ കലാമുകളാണ്. സാരാഭായി ആവട്ടെ മറ്റൊരു തരം ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അദ്ദേഹം അവിടെ വരണത് ഒരു ഉത്സവമാണ്. ആ ഉത്സവം സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും എന്തെങ്കിലും തൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും അദ്ദേഹത്തിന് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള എല്ലാ ആളുകളുടെ ഒരു ഡ്രീമാണ്. അതിനുവേണ്ടി ആളുകൾ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. സതീഷ് ധവാനാകട്ടെ മറ്റൊരു തരത്തിലുള്ള വ്യക്തിപ്രഭാവമാണ്. അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ആളാണ്. എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്താം, ടാർഗറ്റുകൾ അപ്പ് ചെയ്യാം, പ്രോജക്റ്റ് ഓടിക്കാം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച്. വളരെ കെയർഫുള്ളാണ്, വളരെ മെറ്റിക്കുലസ് ആണ്. സാരാഭായിയെ പോലെ റാൻഡം വാക്കല്ല അദ്ദേഹത്തിൻ്റെ ഡയറക്ഷണൽ ഫോക്കസ്ഡ് ഒരു അപ്രോച്ചാണ്. കലാമാകട്ടെ ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന നിലയിൽ അന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച SLV3 കാലഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം ഇന്നത്തെ കലാമിനെ അല്ല അന്ന് അറിയാവുന്ന, അന്നത്തെ കലാമിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു SLV3 പ്രോജക്റ്റ് ഡയറക്ടർ എന്ന കലാമാണ്. ആ കലാം വളരെ വ്യത്യസ്തനായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു സ്ട്രാറ്റജിക് പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. അത് പല രീതിയിൽ അദ്ദേഹം ആ പ്രോജക്റ്റ് എങ്ങനെ നടത്തണം, അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രോജക്റ്റുകളിനെ നടത്താൻ വേണ്ടി പുതിയ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോൺഫിഗറേഷൻ കൺട്രോൾ, മാനേജ്മെൻറ്റ്, ഡിസൈൻ റിവ്യൂ പ്രോസസ്സുകൾ, അതുപോലെ ആളുകൾ തമ്മിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെ ഫൈനൽ ഡിസിഷനെ ബാധിക്കുന്നതനുസരിച്ച് ആളുകളെ കറക്റ്റായിട്ട് വേണ്ട സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ നെഗോഷിയേറ്റിംഗ് സ്കിൽസ്, പല കോമ്പീറ്റിംഗ് ടീമുകളുടെ ഇടയിൽ നെഗോഷിയേറ്റിംഗ് സ്കില്ലുകൾ കൊണ്ടുവരിക, ആളുകളിലെ ബെസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക, ഇതിനൊക്കെയുള്ള ആ ഒരു സ്വഭാവം കലാം അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ PSLE പ്രോജക്റ്റിൽ വന്നവരെല്ലാം ഈ കലാമിൻ്റെ ടീമിലുള്ളവരാണ് വന്നത്. ഡോക്ടർ ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി, മാധവൻ നായർ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാന ഒരു ഡെപ്യൂട്ടി, വീരരാഘവൻ, രാമകൃഷ്ണൻ, എൻ്റെ നേരിട്ടായുള്ള ബോസ്, ഇവരെല്ലാം കലാമിൻ്റെ ഒപ്പം പ്രവർത്തിച്ച് വർഷങ്ങൾ പ്രവർത്തിച്ച് താഴാൻ വന്നവരാണ്. അപ്പോൾ അവരുടെ ഒപ്പം പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് കലാമിൻ്റെ ഒപ്പം പ്രവർത്തിച്ച അതേ അനുഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കലാം സാറിൻ്റെ നമ്മളെല്ലാം വിളിക്കുന്ന ഗുരു കലാം എന്നാണ്. നമ്മൾ രണ്ടുപേരും സാറിൻ്റെ പല പ്രോജക്ട്സിലും ഇൻവോൾവ് ആണ്, സൈലൻ്റ്ലി വിത്തൗട്ട് പബ്ലിസിറ്റി. എന്ത് നേച്ചറാണ് നമ്മുടെ കലാം സാറിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ വിഷണറി സ്വഭാവമാണ്. കാരണം ഏതൊരു ഒരു ഇഷ്യൂവിനും, ഏതൊരു പ്രോജക്റ്റിനും, ഏതൊരു ഐഡിയയ്ക്കും അതിനൊരു മൂർത്തിമത് ഭാവം കൊടുക്കുന്നുണ്ട്. അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷനായിട്ട് അതിനെ കൊണ്ടുവരുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുര എന്ന് പറയുന്ന ഐഡിയ, പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, ഇതെല്ലാം അതുപോലെയൊക്കെയുള്ള അദ്ദേഹം ഒരുപാട് അത്തരം കൺസെപ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ചെറുപ്പക്കാരായ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തന്നെ കണ്ടെത്തലിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ. അദ്ദേഹം ഒരു പ്രോജക്റ്റ് ഡയറക്ടർ, റോക്കറ്റിൻ്റെ സയൻറ്റിസ്റ്റാണ്. പക്ഷേ
കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. ആസ് എ മിസൈൽ മാൻ. മിസൈൽ മാനായി മാറി, ഒരു ആറ്റമിക് ആളെ മാറി, ഒരു ഇൻസ്പിറേഷണൽ ഹെഡായിട്ട് മാറി, ഒരു അപ്പൂപ്പനായിട്ട് മാറി, കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ അദ്ദേഹത്തിൽ പ്രത്യേകിച്ച് നോക്കിക്കാണുന്നത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് എന്ന നിലയിലല്ല ഞാൻ അദ്ദേഹം നോക്കാൻ താല്പര്യപ്പെടുന്നത്. അദ്ദേഹം സയന്റിഫിക് ഡിസ്കവറി ഒന്നും ചെയ്തിട്ടില്ല. SLV3 പ്രോജക്ട് ഡയറക്ടർ എന്ന നിലയിൽ പോലും പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കുകയല്ല മാൻ മാനേജ്മെന്റ്. അദ്ദേഹം ഒരു സിസ്റ്റത്തെ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് നടത്തി അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകാം, അതുപോലെ എങ്ങനെ പുതിയ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാനെല്ലാം അത്തരം ഒരു ക്രിയേറ്റിംഗ് ലീഡർഷിപ്പിലൂടെ ലീഡർ ആയുള്ള ആളാണ്. ആ അത്തരം എക്കോസിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന് ഒരു പ്രോജക്ട് ഡയറക്ടർ ആകാനോ ഒരു ചെയർമാൻ ISR ആകാനോ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ താങ്കൾ VSSC മുതൽ ഞങ്ങൾ കാണുന്നൊരു കാര്യം, കലാം സാർ ചെയ്ത അതേ പാത്തിൽ താങ്കളുടെ യാത്ര, ആ ഇൻസ്പിറേഷൻ നിന്നാകാം. യു ഗോ ടു കോളേജസ് ആൻഡ് സ്കൂൾസ് റെഗുലർലി ആൻഡ് യു ഡോണ്ട് കെയർ ഫോർ എനി പബ്ലിസിറ്റി. തീർച്ചയായിട്ടും അത് കുട്ടികളോട് സംസാരിക്കുന്നതിൽ ഒരു എനർജി വ്യത്യാസമുണ്ട്. അവരുടെ ചോദ്യങ്ങൾ, അവരുടെ ഡ്രീംസ്, ഇതിനൊക്കെ നമ്മൾ ഒപ്പം നിൽക്കുക എന്നുള്ളത്. കലാമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത് എന്നും കൂടെ പറയട്ടെ. ഒപ്പം ഇപ്പം ഞങ്ങൾ ചെയ്തിരുന്ന, ഞാൻ ഈ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് റീച്ചിങ് ഔട്ട് ടു സ്കൂൾ ചിൽഡ്രൻ എന്നുള്ള പ്രോഗ്രാം തുടങ്ങിയിരുന്നു. അതിനുവേണ്ടി സ്കൂളുകളിൽ പോകും, വില്ലേജ് സ്കൂളുകളിൽ പോകും, സംസാരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞുകൂടാ, ചെറിയ കുട്ടികൾക്ക് അവർ ഹീറോയെ കാണാൻ കാത്തിരിക്കുകയാണ്. റോക്കറ്റ് നിർമ്മിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ഞങ്ങളോട് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചിന്ത തന്നെ അയാളുടെ ജീവിതത്തെ ചിലപ്പോൾ മാറ്റിമറിക്കും. എനിക്കൊരു പോസിബിലിറ്റി ഉണ്ട്, എന്നെപ്പോലെ ഒരാൾ ഇതിൽ വന്നു എന്നുള്ള കാണുന്ന ഒരു എക്സാമ്പിൾ പലപ്പോഴും വിശ്വാസത ഇല്ലാത്തവരിലെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കും. അത് അവനെ ചിലപ്പോൾ ആ വഴിക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പത്തെക്കുറിച്ച് ആലോചിക്കും. ഞാൻ എന്തുകൊണ്ട് ഒരു എഞ്ചിനീയർ ആകണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഞാൻ എഞ്ചിനീയറെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നവരെ ഞാനൊരു എഞ്ചിനീയറെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുള്ള സ്കൂൾ അധ്യാപകനാണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസ് കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. കുട്ടികൾക്ക് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട് ജീവിതത്തിൽ, സമൂഹത്തിൽ എന്നൊക്കെ നമ്മൾ അറിയിക്കാൻ കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ഡ്രീം ഉണ്ടാക്കാൻ എടുക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. ISRO ചെയർമാൻ്റെ ISRO മിഷൻസിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പല ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഒരു ദൗത്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാത്ത അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണെന്ന് താങ്കളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു കാര്യമല്ല, നമ്മുടെയൊക്കെ അച്ഛൻ നമ്മളെ പലതും പഠിപ്പിക്കും. എന്താണ് ആ അച്ഛൻ്റെ ഓർമ്മ? അച്ഛൻ എൻ്റെ ഹീറോ ആയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം അറിയുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണാൻ പറ്റുന്ന അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾ അധ്യാപകനായിരുന്നതുകൊണ്ടും അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യങ്ങളുള്ളതുകൊണ്ട്, പല ഇൻട്രസ്റ്റുകളുള്ളതുകൊണ്ട്, അതിലേറ്റവും പ്രധാന താല്പര്യം വായനയായിരുന്നു. പരന്ന വായനയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു സൈഡിൽ അദ്ദേഹം ഷേക്സ്പിയറുടെ കംപ്ലീറ്റ് വർക്ക്സ് ഒരു സമയത്തിരുന്ന് വായിക്കും. അർത്ഥമറിയാത്ത വാക്കുകൾ ഡിക്ഷണറി നോക്കി വായിച്ച് പഠിക്കുന്ന കാണാം. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ഹിന്ദിയിലുള്ള റേഡിയോ മെക്കാനിക്സിൻ്റെ പുസ്തകങ്ങളാണ് വായിക്കുന്നത്. ഹിസ്റ്ററി വായിക്കും, ചരിത്രങ്ങൾ വായിക്കും, നോവലുകൾ വായിക്കും. കൂടുതലും വായിക്കാൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് വന്നിട്ടുള്ളത് ട്രാൻസ്ലേഷൻ ബുക്കുകളാണ്. റഷ്യനും അതുപോലെ മറ്റു ക്ലാസിക്കുകളുടെ ട്രാൻസ്ലേഷൻ. അങ്ങനെ ധാരാളം ബുക്കുകൾ ചെറുപ്പത്തിൽ വായിക്കാൻ കഴിഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തിന് കൈകൊണ്ട് ജോലിയെടുക്കുന്ന ഒരു താല്പര്യമുണ്ട്. കാർപ്പൻറ്ററി, സ്മിത്തി, ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിങ്, അങ്ങനെ എന്ത് പണി വേണ്ട എല്ലാം ചെയ്യാൻ റെഡിയാണ്. അതിനുവേണ്ടി ടൂൾസ് എല്ലാം വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഉളി, ചട്ടുകം, കൊത്തുവടി മുതലായ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഡ്രിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് പണിയെടുക്കാനുള്ള ഒരു താല്പര്യം, ട്രെയിനിങ് എനിക്കുണ്ടായിരുന്നു ചെറുപ്പം മുതൽ. അതുപോലെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ, ഇപ്പോൾ ഓല മേഞ്ഞ വീടാണ്, അപ്പോൾ ഓല കെട്ടുക എന്നുള്ള, എല്ലാ വർഷവും ഓല പാകുക എന്നുള്ളത് ഒരു സ്കില്ല് വേണ്ട ഒരു പണിയാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ തട്ടുമ്പുറത്ത് കയറിയിരുന്ന ഓല കെട്ടുക, അതുപോലെ ഓല മെടയുക, കയറ് പിരിക്കുക, ഇതൊക്കെ സ്വല്പം ടെക്നോളജി ഉള്ളതാണ്. പക്ഷേ ഇതിലൊക്കെ താല്പര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ വായന നിരീക്ഷണം, ശാസ്ത്ര സ്പേസിനെ കുറിച്ചും റോക്കറ്റുകളെ കുറിച്ചും അന്നത്തെ ടെക്നോളജികളെ കുറിച്ചുമുള്ള ഡിസ്കഷൻ, സയൻറ്റിഫിക് അന്നത്തെ ഫൈൻഡിങ്ങിനെ കുറിച്ചുള്ള സംസാരം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാവുന്ന ഒരു ക്യൂരിയോസിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. മറ്റ് താല്പര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സംഗീതത്തെക്കുറിച്ച് താല്പര്യം നേരത്തെ പറഞ്ഞിട്ട്, സംഗീതം അതുപോലെ സുകുമാര കലകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. ഇത് എനിക്കും എൻ്റെ സഹോദരിയിലേക്കും കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ താല്പര്യങ്ങളിലൂടെയാണ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഞങ്ങൾ രണ്ടുപേരിലും ഒരേപോലെ ഉണ്ടായിട്ടുള്ളത്. അടുത്തിടെ ഒരു കോൺട്രവേഴ്സി വന്ന സബ്ജക്റ്റാണ് താങ്കളുടെ ബുക്ക് എഴുതി പ്രിൻ്റായി, യു വിഡ്രോ ഇറ്റ്. ഞാൻ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല ആ സമയത്ത്. അത് എൻ്റെ അറിവില്ലാതെ
പബ്ലിഷർ പ്രിൻ്റ് അടിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് പെർമിഷൻ കിട്ടിയിട്ടില്ല. എന്നെ ഞാൻ അതിൻ്റെ ഫുൾ റിവ്യൂ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിഡ്രോ ചെയ്തത്. ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ ബുക്കിൽ ISROയുടെ മുൻ ചെയർമാനായ ഡോക്ടർ ശിവനെ നിങ്ങൾ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ലക്ഷ്യം ആ ബുക്ക് എഴുതുന്നതിലൂടെ ഉണ്ടായിരുന്നത് എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, വില്ലേജിൽ നിന്ന് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരാൾക്ക് ഈ പൊസിഷനിൽ എത്താൻ കഴിഞ്ഞ ആ യാത്രയുടെ ആ ജേണിയുടെ കുറേ കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ എൻ്റെ യാത്രയിൽ എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ചെറുപ്പകാലത്തിൽ എൻ്റെ ജീവിച്ച കാലഘട്ടങ്ങൾ, ISROയിൽ വന്നിട്ടുള്ള ശേഷമുള്ള ചലഞ്ചുകൾ, അതുപോലെ നേതൃത്വ നിരയിലേക്ക് പോകുന്ന ഏതൊരാളും ഒരുപാട് തരം ചലഞ്ചുകൾ ഫേസ് ചെയ്യും. അത്തരം ചലഞ്ചസിനെ നമ്മൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അത് ഒരു പ്രത്യേക എനിക്ക് മാത്രമുള്ള ആർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ അതിൽ അവതരിപ്പിക്കേണ്ടതുണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ ലക്ഷ്യം ആരെയും ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു. അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടും അക്കാര്യത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ അത് ഇന്നത് റെലവൻ്റ് അല്ല, കാരണം പുസ്തകവും കണ്ടൻറ്റും ഇന്ന് പബ്ലിക് വ്യൂവിൽ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഞങ്ങളുടെ ISROയുടെ കൾച്ചർ അത്തരമല്ല. ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഇൻറ്റേർണൽ, ഞങ്ങളുടെ അകത്തുള്ളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അത് പുറത്ത് നടത്തേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ഓൾറൈറ്റ്. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും താങ്കൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്ന ചില സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. സ്കൂളിൽ പഠിച്ച കുട്ടികൾ, താങ്കളുടെ ഫ്രണ്ട്സ്, കോളേജ് TKM എഞ്ചിനീയറിംഗ് കോളേജിലെ ഞങ്ങൾ റിസർച്ച് ടീം അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടെത്തി. അതിൽ 3 പേരുടെ അവർ താങ്കളെക്കുറിച്ചുള്ള മറക്കാനാകാത്ത പ്രൈസ്ലെസ് ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. സോംനാഥ് ക്ലാസ് മോണിറ്റർ ആയിരുന്നപ്പോൾ ആ 3 വർഷവും ഒരു കുട്ടികളോടും വഴക്കടിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പൊതുവേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ വളരെ ശാന്തരായിരുന്നു. ഒരാളോട് പോലും വഴക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല. പൊതുവേ ശാന്തപ്രകൃതമാണ്, ദയാലുവാണ്. അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാം. ഞാൻ സോമനാഥുമായിട്ട് 1985 ബാച്ചിൽ TKMൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഫൈനൽ ഇയറിലെ പ്രോജക്റ്റ് ഞങ്ങൾ ടോട്ടലി 3 ഗേൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ സോമനാഥോടൊപ്പം ടീമിലാണ് ഞാനും പാർട്ടിസിപ്പൻ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ കോളേജിന് വേണ്ടിയുള്ള പ്രോജക്റ്റാണ് ചെയ്തത്. ഈ അടുത്ത സമയം വരെയും ഈ പ്രോജക്റ്റ് ഞങ്ങൾ കോളേജിൽ ബോർഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഒരു ഫൗണ്ടൻ സിസ്റ്റമാണ് ഞങ്ങൾ ഹീറ്റ് എഞ്ചിൻ ലാബിൽ ചെയ്തത്. നല്ലൊരു ഫ്രണ്ടാണ്. അതിൽ ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് ഹിം. ഐ എം വെരി ഹാപ്പി ഓൾസോ. ഡോക്ടർ സോംനാഥിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരുമിച്ചാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊയിലോണിൽ ചെയ്തത്. എനിക്കൊന്ന് 7th സെമിസ്റ്ററിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഡോക്ടർ സോംനാഥിൻ്റെ പ്രോജക്റ്റ് ടീമിലല്ലായിരുന്നു, എന്നാലും ഞാൻ കണ്ട ഒരു കാഴ്ച ഓർക്കുകയാണ്. റോഡിലൂടെ ഡോക്ടർ സോംനാഥിൻ്റെ പ്രോജക്റ്റ് ടീമും കൂടെ തലയിൽ വലിയ പൈപ്പുകൾ തലയിലും തോളിലും ഒക്കെ ഏന്തി അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് അതിൻ്റെ ഫാബ്രിക്കേഷന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. അപ്പോൾ അവരുടെ പ്രോജക്റ്റ് വർക്ക് ഈ പൈപ്പ്സൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. വേറെ ആൾക്കാരെ കൊണ്ട് ചുമടെടുപ്പിക്കാനൊന്നും നമ്മുടെ കയ്യിൽ അന്ന് പൈസ ഇല്ലല്ലോ. അപ്പം ഡോക്ടർ സോംനാഥും ടീമും തന്നെത്താനെ ഈ വലിയ നീളമുള്ള പൈപ്പ്സ് തലയിൽ വെച്ചിട്ട് ചില സമയത്ത് നടന്നു പോകുന്നത് കാണാം. ചില സമയത്ത് അവരൊരു ഉന്തുവണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പൈപ്പ് ലൈൻസും വേറെ ഇരുമ്പിൻ്റെ കുറേ സാധനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് സോംനാഥ് ഫ്രണ്ടിൽ ഉന്തുവണ്ടി തള്ളുകയും ബാക്കിയുള്ളവർ പുറകിൽ നിന്ന് പുഷ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോകുന്ന കാഴ്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ത് തോന്നുന്നു? വളരെ വളരെ കൗതുകരമായിട്ടുണ്ട്. കാരണം ഈ 3 പേരും എനിക്ക് ഓർമ്മയിൽ നിന്ന് മറഞ്ഞുപോയ കുറേ കാര്യങ്ങൾ അവർ പറയുന്നു. അത് കൊണ്ട് തന്നെ എനിക്ക് തന്നെ താല്പര്യം ഉണ്ടായത് കേൾക്കാനായിട്ട്. അതിന് അജയ് ഘോഷ്, ലഫ്റ്റനന്റ് കമാൻഡർ പ്രവീൺ, ഷറാഫത്ത് ബീവി, അവരോരോരുത്തരും എൻ്റെ ജീവിതത്തിലെ പല അവസരങ്ങളിലൊപ്പം കഴിഞ്ഞവരാണ്. പ്രത്യേകിച്ചും അജയ് ഘോഷ് എൻ്റെ ഒപ്പം 8ാം ക്ലാസ്സിൽ സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം 10ാം ക്ലാസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അജയ് ഘോഷ് ഒരു എഞ്ചിനീയറായി. എൻ്റെ ക്ലാസ്സിൽ നിന്ന് എഞ്ചിനീയറായ 4 പേരിൽ ഒരാളാണ് അജയ് ഘോഷ്. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹമായിട്ട് ഇന്നും ഞങ്ങൾ അറിയുന്നു. മാത്രമല്ല അദ്ദേഹം എന്നെ പോലെ തന്നെ ഒരു നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു.
അജയഘോഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കൈയക്ഷരമാണ് ഓർമ്മ വരുന്നത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കറുത്ത മഷി കൊണ്ട് ബുക്കിൽ എഴുതിയിരുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാകുമായിരുന്നു. എൻ്റെ കൈയക്ഷരം അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. പ്രവീൺ അദ്ദേഹം TKM കോളേജിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്നതാണ് ഫൈനൽ ഇയറിൽ. എൻ്റെ ആലപ്പുഴ ജില്ലക്കാരനാണ്. പക്ഷേ പ്രവീണിൻ്റെ ഏറ്റവും വലിയ സ്കില്ല് മാജിക്കാണ്. അദ്ദേഹം ഇന്നൊരു മജീഷ്യനാണ്, അറിയപ്പെടുന്ന മജീഷ്യനാണ്. അതുപോലെ തന്നെ ഒരു മൈൻഡ് റീഡറാണ്. അദ്ദേഹം ഗൾഫിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം അവിടെ അദ്ദേഹം അങ്ങനെ ഒരു ജോലിയിൽ ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി മാജിക് ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട് പലപ്പോഴും. അന്ന് തന്നെ കോളേജ് ഫംഗ്ഷനൊക്കെ മാജിക്കും സ്കില്ലൊക്കെ കാണിക്കുന്ന ഒരു ആളായിരുന്നു. ഷുറാഫത്ത് ബീവി ആവട്ടെ എൻ്റെ ഒപ്പം ക്ലാസ്സിൽ ഞങ്ങൾ 3 പെൺകുട്ടികളാണ് ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നത്, ക്ലാസ്സിലുണ്ടായിരുന്നത്. അതിലൊരാളായിരുന്നു ഷുറാഫത്ത്. മറ്റു 2 പേര് ജയശ്രീ, ലൈല എന്ന് 2 പേരാണ്. ഷുറാഫത്ത് അന്ന് തന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞ് വന്ന ഒരാളായതുകൊണ്ട് ഒരു ചേച്ചിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം. പക്ഷേ ഷുറാഫത്തിൻ്റെ കല്യാണത്തിന് ഷുറാഫത്തിൻ്റെ മണിയറ ഒരുക്കി കൊടുത്ത ഞങ്ങളെല്ലാവരും കൂടെ പോയാണ് തുണിയൊക്കെ കെട്ടി പൂക്കളൊക്കെ ഒരുക്കി ചെയ്തു കൊടുത്തതെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. താങ്കളുടെ കുടുംബത്തിലേക്ക് വരാം. വൈഫ് ബാംഗ്ലൂരിൽ GST ഡിപ്പാർട്ട്മെൻറ്റിലാണ്. മകൾ മാലിക സോംനാഥ്, ഷീ ഈസ് ഡൂയിങ് ഹർ PhD in IISc. മകൻ മാധവ് ഈസ് ഇൻ ബോംബെ, റൈറ്റ്? യെസ്, അദ്ദേഹം MBA ചെയ്യാം. MBA. നമ്മൾ ഇവരിൽ 3 പേരോട് സംസാരിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി പങ്കുവെക്കാൻ പോകണം. ചിലപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ആകാം. വളരെ കർക്കശനായ ഒരു സോമനാഥാണ് വീട്ടിൽ. എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. TV-യുടെ റിമോട്ട് ആയിക്കോട്ടെ, പുസ്തകം വെക്കുന്ന ഷെൽഫ് ആയിക്കോട്ടെ, ഗ്ലാസ് വെക്കുന്ന സ്ഥലമായിക്കോട്ടെ, പെൻ സ്റ്റാൻഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായൊരു സ്ഥലമുണ്ട്. ഒരു സെൻറ്റിമീറ്റർ പോലും മാറിയിരുന്നാൽ സോമനാഥ് സാറിൻ്റെ വേറൊരു രൂപം അവർ പക്ഷേ കാണുന്നുണ്ടായിരിക്കാം. അത് ശരിയാണോ? ഉണ്ട്. ഞാനൊരു അങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ എല്ലായ്പ്പോഴും അതെല്ലാം അടുക്കി വെക്കണം, വൃത്തിയായിട്ട് വെക്കണം എന്നുള്ളൊരു സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു അത്തരം ഒരു അസുഖമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നിയേക്കാം. പക്ഷേ അതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും പേപ്പറുകൾ, ഫയലുകൾ, വസ്തുക്കളെല്ലാം അത് അതിൻ്റെ സ്ഥലത്ത് ഇരിക്കണം. ഞാൻ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ അത് അനങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്കറിയാൻ പറ്റും. അല്പം മൂവ് ചെയ്താൽ പോലും എൻ്റെ ആ മെമ്മറിയിൽ ആ പിക്ചർ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ പിക്ചറൈസേഷൻ മെമ്മറി, ഇമേജിൻ്റെ മെമ്മറി വളരെ കൂടുതലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. താങ്കളുടെ വസ്ത്രങ്ങൾ ഇപ്പോഴും അലക്കുന്നു? അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോഴും എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കുന്നത് ഞാൻ തന്നെയാണ് ഇപ്പോഴും. ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി എല്ലാം താങ്കൾ മറക്കുന്നു? എല്ലാവരുടെയും സ്വഭാവം, എല്ലാ ഭർത്താക്കന്മാരും വെഡിങ് ആനിവേഴ്സറി മറക്കും. അതുപോലെ ഞാനും മറക്കും. ഈ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ എന്നുള്ള ആഘോഷങ്ങൾ താങ്കൾ വിശ്വസിക്കുന്നില്ല അധികം എന്നാണ് താങ്കളുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത് എൻ്റെ സെലിബ്രേഷനുള്ള ദിവസമല്ല എന്ന് ഞാൻ കരുതുന്നു. അത് നമ്മുടെ അമ്മയുടെ ഡേയുടെ സെലിബ്രേഷൻ. എൻ്റെ അമ്മയുള്ള കാലത്തോളം എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ട്, എന്തെങ്കിലും പ്രാധാന്യമുണ്ട്. അമ്മ പോയതിനു ശേഷം എൻ്റെ ജനിച്ച ദിവസത്തിന് ഒരു അമ്മയുടെ ഓർമ്മ ദിവസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എനിക്കും എവറി ഡേ ഈസ് എ മദേഴ്സ് ഡേ. കുക്കിങ്ങിൽ പണ്ട് കല്യാണത്തിന് ശേഷം IIScയിൽ താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാബേജും ക്യാരറ്റും വെച്ച് നീളത്തിലരിഞ്ഞ് ഒരു പ്രത്യേകതരം ഒരു ഡിഷ് താങ്കൾ ഉണ്ടാക്കാറുണ്ടായിരുന്നെന്ന് താങ്കളുടെ വൈഫ് എന്തൊക്കെ പറഞ്ഞു? അല്ല, എനിക്ക് കുക്കിങ്ങിന് താല്പര്യം കുറവൊന്നുമില്ല. ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ എൻ്റെ ആഹാരം ഞാൻ ഒരുപാട് കാലം കുക്ക് ചെയ്തിരുന്നു. പഞ്ഞിയും പയറും കറികളും ഒക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് അറിയാം. അങ്ങനെയൊക്കെയാണ് ഒരുപാട് വർഷം ജീവിച്ചിരുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ, അല്ലാതെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വയ്യാത്തതുകൊണ്ടല്ല. പിന്നീട് വീട്ടിൽ കല്യാണം കഴിച്ച ശേഷം എൻ്റെ വൈഫിനും അത്ര കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് കുറച്ച് കാലമൊക്കെ പഠിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണെന്ന് എനിക്കൊന്നും അറിയാം. പക്ഷേ കറി ഉണ്ടാക്കാനും അതുപോലെ അടുക്കളയിൽ പ്രവർത്തിക്കാനും ഭാര്യ എന്നെ സമ്മതിക്കില്ലായിരുന്നു. അത് അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന നിലയിൽ തന്നെ കാണുന്നതുകൊണ്ട് ഞാൻ പിന്നീട് അവിടുന്ന് പുറം വലിഞ്ഞു. ഇപ്പോഴും താങ്കളുടെ മകളെ വിളിച്ചിരുത്തി സംഗീതം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാടാറുണ്ട് എന്നറിയാം? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംഗീതം ഒരുപാട് താല്പര്യമുണ്ട്. അവളെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു. വെസ്റ്റേൺ കീബോർഡിൽ അവൾ 8th ഗ്രേഡ് പാസ്സായതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ജ്ഞാനമുണ്ട് കാര്യത്തിൽ. ഞാനും പഠിച്ചു നടന്നതാണ്, പക്ഷേ കർണാട്ടിക്കാണ് കീബോർഡ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് സമ്മതിക്കാനാവില്ല. പക്ഷേ അവൾക്കും കർണാട്ടിക്കിൽ ഒരു 7 വർഷത്തോളം പഠിച്ചതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് രാഗങ്ങളെ തിരിച്ചറിയാനും സ്വരങ്ങൾ കറക്റ്റാണോ എന്ന് അറിയാനും ഒക്കെയുള്ള ജ്ഞാനം അവൾക്കുണ്ട്. പക്ഷേ എൻ്റെ സംഗീതം പഠിത്തം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ രാഗത്തിൻ്റെ സ്ട്രക്ചർ, എങ്ങനെ ഒരു കവിതയ്ക്ക് സംഗീതം കൊടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളത്, അതുപോലെ രാഗങ്ങളുടെ ട്രാൻസിഷനുകൾ, അങ്ങനെ എൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കാണ് ഞാൻ എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നത്. പാടുന്ന രീതിക്കല്ല.
പക്ഷേ അവൾക്ക് അതിൽ പാടാനുള്ള സ്കില്ലും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന കുറച്ച് സമയത്തൊക്കെ ഞങ്ങൾ പാട്ടിലേക്ക്. വീട്ടിൽ പൈപ്പ് പൊട്ടിയാലും ബൾബ് ഫ്യൂസ് ആയാലും വയറിങ് പോയാലും എന്തിനും ഇപ്പോഴും താങ്കളാണ് വീട്ടിലെ പ്ലംബർ, താങ്കളാണ് വീട്ടിലെ ഇലക്ട്രീഷ്യൻ. ആണ്. അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പവും കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പകാലം മുതൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ടൂൾസ് ഉപയോഗിക്കാൻ എനിക്കറിയാം. ഡ്രില്ലിങ് ഞങ്ങൾ ഒരുമിച്ച് പശുത്തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനും അച്ഛനും കൂടെ. ഇഷ്ടിക വാങ്ങിച്ച് സിമെൻറ്റ് കുഴച്ച് കെട്ടി എല്ലാം റൂഫെല്ലാം ഇട്ട് ഓടൊക്കെ ഇട്ട് ഞങ്ങൾ പശുത്തൊഴുത്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീട് പണിതപ്പോൾ നാട്ടിൽ അതിൻ്റെ ഫുൾ പ്ലംബിങ് ഞാനും അച്ഛനും കൂടെ ചെയ്തത്. എല്ലാ പൈപ്പ് വാങ്ങിച്ച് PVC പൈപ്പ് വാങ്ങിച്ച് ഒട്ടിച്ച് എല്ലാം ചെയ്തത് ഞങ്ങളാണ്. അപ്പോൾ ആ സ്വഭാവം ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. എൻ്റെ വീട്ടിലെ എല്ലാ ഇലക്ട്രിക്കൽ റിപ്പയർ വർക്ക് ഞാൻ ചെയ്യും, പ്ലംബിങ് വർക്ക് ചെയ്യും, തുണി കീറിയ തുന്നാൻ മെഷീൻ, സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിക്കാൻ എനിക്കറിയാം. എൻ്റെ വൈഫിനേക്കാളും നന്നായിട്ട് എനിക്ക് ഇപ്പോഴും തുന്നൽ മെഷീൻ ഉപയോഗിക്കാമെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഇതൊന്നും എനിക്കതൊരു മോശം സ്വഭാവമായിട്ടല്ല, അതൊരു സ്കിൽ പാർട്ടായിട്ടാണ്. അത് ഞാൻ ISRO ജോയിൻ ചെയ്ത ശേഷവും ഞാൻ ഇപ്പോൾ റോക്കറ്റിൽ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുമ്പോൾ ടെക്നീഷ്യൻ്റെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ ഇന്ന് എനിക്ക് കഴിയും. അതിൻ്റെ ടൂൾസ് ഉപയോഗിക്കാനോ റിവെറ്റ് ചെയ്യാനോ അസംബിൾ ചെയ്യാനോ അതിലൊന്നും ഒരു എഞ്ചിനീയർ നിലയിൽ ഞാൻ മാറി നിൽക്കൊന്നുമില്ല. ഒരു ഈക്വലി ഗുഡ് ടെക്നീഷ്യനാണ് ഞാനും. ചെടികളെ കുഞ്ഞുങ്ങളെ പോലെ നോക്കി വളർത്തുകയും അതിനെ പരിചരിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന താങ്കളുടെ ഒരു ഹോബിയാണെന്നറിഞ്ഞു. ചെടികളോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളെ നോക്കി നടത്താനും വളർത്താനും ഒക്കെ താല്പര്യമുണ്ട്. ഞാൻ വട്ടാൽ നന്നായിട്ട് വളരും. അങ്ങനെ ഒരു പണ്ടൊരു വീട്ടിൽ ചെറുപ്പത്തിലെ ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. കാരണം നല്ല കൈപ്പുണ്യമുള്ള ആളെന്ന് പറയും. ഞാനൊരു കൈപ്പുണ്യമുള്ള ഒരാളെന്നാണ് വൈപ്പ്. അപ്പോൾ വീട്ടിൽ വന്നൊരു ചെടി വെച്ചാൽ അത് തീർച്ചയായിട്ടും വലുതാകും, വളരും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് പല വീടുകളിലും പോയി ചെടി, മരങ്ങൾ, മാവൊക്കെ വയ്ക്കുക, ഇതൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് ശ്രദ്ധിച്ചറിയാൻ ഞാൻ വെച്ചതെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. താങ്കളുടെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, കല്യാണം കഴിഞ്ഞ സമയം മുതൽ ഇതുവരെ യു ഹാവ് ഗിവൺ ആബ്സല്യൂട്ട് ഫ്രീഡം ടു ഹെർ. അവരുടെ സാലറി പോലും താങ്കൾക്ക് അറിഞ്ഞുകൂടാ. ഇല്ല, എനിക്കറിയില്ല. അത്രമാത്രം ഫ്രീഡമാണ് താങ്കൾ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് രണ്ട് സൈഡും ഉണ്ട്. ഫ്രീഡത്തിന് അതിന് മിസ്യൂസ് ചെയ്യപ്പെടാം, മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാം. പക്ഷേ എൻ്റെ കൺസെപ്റ്റിൽ എല്ലാവരും ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒപ്പം സ്നേഹത്തിൻ്റെ ബന്ധം, സ്നേഹത്തിൻ്റെ ഒരു അളവ് ഫ്രീഡമാണ്. ഇപ്പം അതില്ലാതെ എന്തോന്ന് സ്നേഹം? അത് നമ്മൾ ചില ആൾ വിചാരിക്കും നമ്മൾ പേഴ്സണലായിട്ട് വയ്ക്കുന്നതാണ്, നമ്മൾ സ്വന്തമായിട്ട് വയ്ക്കുന്നതാണ് സ്നേഹം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് കുറേ കഴിയുമ്പോൾ സഫക്കേഷനാണ്. എല്ലാവർക്കും അവരവരുടെ വ്യക്തിത്വം, സ്വയം ഉള്ള അറിവ്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. അതിന് ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വൈഫിനോട് ഒരിക്കൽ പോലും ഏതെങ്കിലും എവിടെ യാത്ര ചെയ്യുന്നെന്നോ എവിടെ പോകുന്നെന്നോ ആരുമായിട്ട് പരിചയപ്പെടുന്നെന്നോ സ്വന്തം പണം എങ്ങനെ ചിലവാക്കുന്നെന്നോ ഒരിക്കൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. താങ്കളുടെ മകളുടെ 10ാം ക്ലാസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് ഒരു ഡൗട്ട് ചോദിച്ചു മാത്തമാറ്റിക്സിൽ. നാളെ പരീക്ഷയാണ്. അത് ഷീസ് റിമെമ്പറിങ് അതൊരു സർക്കിളിനെ കുറിച്ചായിരുന്നു. അതായത് സർക്കിൾ മീൻസ് ആ ഒരു ചെറിയ ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്നതിലുപരി അവളെ പിടിച്ചിരുത്തി അതിൻ്റെ എക്സ്ട്രീം ടാൻജൻറ്റ് വരെ പോയി എന്നാണ് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് PhD ചെയ്യുന്ന അവൾ പറയുന്നത്. അന്ന് എനിക്കൊരു ഭയങ്കര ഒരു ഭയങ്കര ഇറിറ്റേഷനായിപ്പോയി. പക്ഷേ അതിൻ്റെ ഒരു ലോജിക്ക് എന്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിൽ കാണണം എന്നുള്ള ബേസിക് ഫൗണ്ടേഷൻ അച്ഛനാണ് അവൾക്ക് കൊടുത്തത്. അത് അപ്പോൾ തിരിച്ചറിയില്ല, പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യമല്ലേ. നമുക്കറിയാം, നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയോട് പറയേണ്ട രീതിയിലല്ല ഞാനന്ന് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് സമാധാനമായിട്ടിരിക്കുമ്പോൾ പറയേണ്ട ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ അവർക്ക് തോന്നിയത്. കാരണം അന്ന് അവർ പെട്ടെന്ന് ഉത്തരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഉത്തരം കിട്ടില്ല. ഇപ്പം എൻ്റെ അടുക്ക് ചോദ്യമായിട്ട് വരുന്ന ഒരാളുടെ അടുക്ക് ആളിനോട് ഞാനൊരു ഉത്തരവും പറയാറില്ല. അതെൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം ഉത്തരം പറയാൻ വേണ്ടിയിരിക്കുന്ന ഒരു മെഷീൻ അല്ല ഞാൻ ISROയിൽ ഇരിക്കുമ്പോൾ പോലും എൻ്റെ അടുക്ക വരുന്ന ഒരു യങ് സയൻറ്റിസ്റ്റിനോട് ഞാനൊരു ഉത്തരവും പറഞ്ഞു കൊടുക്കാറില്ല. ചോദ്യമായിട്ട് വരുന്നവർക്ക് സ്വയം ഉത്തരം കണ്ടെത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ രീതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ മകളോടും ഞാൻ ചെയ്തത്. താങ്കളുടെ മകൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഫസ്റ്റ് നേടണമെന്ന് ഒരിക്കലും അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിഞ്ഞിരിക്കണം. അത് മറ്റൊരു രീതിയിൽ ടോപ്പിലേക്ക് എത്താനുള്ള താങ്കളുടെ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു അപ്രോച്ച് ആണെന്നാണ് അവൾ ഇപ്പോൾ പറയുന്നത്.
തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ഒരിക്കൽ പോലും അവളെ ക്ലാസ്സിൽ ഫസ്റ്റ് ആകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാം അറിയാമെങ്കിൽ പിന്നെ ഫസ്റ്റ് ആകുന്നതിൽ എന്താ തടസ്സം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കാരണം ഒരു ഉത്തരം എഴുതി പരീക്ഷയ്ക്ക് പാസ്സാകുന്നത് ആ സിസ്റ്റത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടില്ലെങ്കിൽ ഒരു കരിയർ പ്രോഗ്രഷൻ ഉണ്ടാവില്ല. അത് സബ്ജക്റ്റ് അറിവിനെക്കുറിച്ചും ബന്ധമില്ല എന്ന് എനിക്ക് നല്ലോണം ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു സ്വഭാവവും ഉണ്ടാവണം. കാര്യങ്ങൾ അറിയുന്നത് രണ്ടാമത്തെ സ്വഭാവം വേണം. അവസാനം നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ആ രണ്ടാമത്തെ സ്വഭാവമാണ്. ആദ്യ സ്വഭാവം ഈ പരീക്ഷ കോമ്പറ്റീഷനിൽ മുന്നോട്ട് വരാൻ വേണ്ടി മാത്രമാണ്. അതില്ലെങ്കിൽ പക്ഷേ നിങ്ങൾ തഴയപ്പെടും വഴിയിൽ. ഇപ്പോൾ രണ്ട് സ്വഭാവങ്ങളും നമ്മൾ കയ്യിൽ വേണം. അപ്പോൾ പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളെ സഹായിക്കുന്നത് അതിൻ്റെ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള കൗതുകവും അതിനുള്ള ചിന്തിക്കാനുള്ള കഴിവൊക്കെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ രീതി. താങ്കളുടെ വൈഫ് കാർ ഓടിച്ച് 2 ആക്സിഡൻറ്റുകൾ, 2 എണ്ണം എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 ആക്സിഡൻറ്റിൽ 2 വ്യക്തികൾക്ക് പരിക്കേൽക്കുന്നു. വളരെ സീരിയസ് അല്ല, എന്നാൽ 2 പേരെയും ഹോസ്പിറ്റലിൽ എത്തിക്കണം. 2 ഡിഫറെൻ്റ് ആക്സിഡൻറ്റ്സ് ആണ്. ആ സമയത്ത് പേടിച്ച് താങ്കളുടെ വിവരം അറിയിച്ചു. താങ്കൾ അവിടെ ചെന്നപ്പോൾ പേടിച്ചിരിക്കുകയാണ്. ഇനി അവിടെ വന്ന് വഴക്ക് പറയോ? താങ്കൾ വളരെ കൂളായിട്ട് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തു. ഇഞ്ചുറി പറ്റിയവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കാറ് പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് എത്തിച്ചു. അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു. ക്രൈസിസിൽ കാംനെസ് എന്നൊരു ഹാബിറ്റായോ? അത് എൻ്റെ സ്വഭാവമാണെന്ന് ഞാൻ പണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ടെൻഷനും ഏറ്റവും ക്രൈസിസും വരുമ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആവും എന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് പറഞ്ഞ രണ്ടും കറക്റ്റാണ്. ഞാൻ പലപ്പോഴും അവരോടൊക്കെ ഫാമിലിയോടൊക്കെ ദേഷ്യപ്പെടുന്ന പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ലൈഫിൽ വന്ന സിറ്റുവേഷൻ എല്ലാം ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിസ്സാര കാര്യങ്ങൾ അത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുമില്ല. ചെറുപ്പത്തിൽ ഞാൻ ഓർമ്മയുണ്ട്, ഞാനും അച്ഛനും കൂടെ ശബരിമലയ്ക്ക് പോവാണ്. ബസ്സിലാണ് പോകുന്നത്. അച്ഛനും കുറച്ച് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എൻ്റെ പ്രായക്കാരായിട്ടുള്ള അച്ഛൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോകുമ്പോൾ ഒരു വളരെ വലിയൊരു ട്രാഫിക് ജാം ആണ് അതിന് മുമ്പിൽ. ആ ട്രാഫിക് ജാം 2 ബസ്സുകാർ തമ്മിൽ ഭയങ്കര വഴക്ക്, ലോറിക്കാർ തമ്മിൽ ഭയങ്കര വഴക്ക്, ആരും സൈഡ് കൊടുക്കുന്നില്ല. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ ബസ്സുകാരെ ലോറികളോടും പറഞ്ഞു ഇതിങ്ങനെ അല്ല, അതെല്ലാം മാറിയിടണം, അവരോട് വഴി മാറാൻ പറഞ്ഞ് ട്രാഫിക്കെല്ലാം ഞാൻ നേരെയാക്കി റെഡിയാക്കി കൊണ്ടുപോയി. എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ അത് ചെയ്തെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ എബിലിറ്റീസ് കുറേ കൂടെ വ്യക്തമായിട്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. എനിക്കില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന കഴിവുകളൊക്കെ പുറത്തു വരും. എനിക്ക് അങ്ങനെ ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശബരിമലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ശാസ്ത്രജ്ഞന്മാർ നിങ്ങൾ ലോഞ്ചിന് മുന്നേ തിരുപ്പതി വഴിയാണ് റൂട്ട്, അതിനെക്കുറിച്ച് ധാരാളം ആൾക്കാർ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്. ഈ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലൊരു കണക്ഷൻ, അതിലും 2 വിഭാഗക്കാരാണ്, ഉണ്ടെന്നും ഇല്ലെന്നും. പക്ഷേ ഇത് ഒരുപാട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമാണ്, സയൻസും സ്പിരിച്വാലിറ്റിയും. എന്തിനാണ് ഇങ്ങനെ ഈ സബ്ജക്റ്റിനെ രണ്ടിനെ ബന്ധപ്പെടുത്തുന്നത് എനിക്ക് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കൊരു ബന്ധമുണ്ട്, എനിക്ക് അക്കാര്യത്തിൽ ആൻസറുമുണ്ട്, ഉത്തരവുമുണ്ട്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പല ഡിസ്കഷനിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്ന്, സയൻസ് എന്ന് പറഞ്ഞിരുന്നതും സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ വിവക്ഷിക്കുന്നതുമായ സ്വഭാവങ്ങൾ തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. രണ്ടും ഒരേ കാര്യമാണ്. ഒരു ശാസ്ത്ര സ്വഭാവമുള്ള ഒരാൾ ചെയ്യുന്നത് അന്വേഷണമാണ്. അന്വേഷണം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഒരു ശാസ്ത്രത്തിൻ്റെ സ്വഭാവം. നമുക്ക് തിരിച്ചറിയാൻ മനസ്സിലാകാത്ത കാര്യങ്ങളെക്കുറിച്ച് തെളിവുകളില്ലെങ്കിൽ ഹൈപ്പോത്തസിസുകൾ ഉണ്ടാകുന്നു. ആ ഹൈപ്പോത്തസിസുകൾക്ക് ഉപോത്ബലകമായ തെളിവുകൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്നു. ആ തെളിവുകൾ നമുക്ക് ആ ഹൈപ്പോത്തസിസിനെ പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് പ്രൊസീഡ് ചെയ്യുന്നു. ഇതാണ് സയൻസിൻ്റെ രീതി. ഇതേ രീതി തന്നെയാണ് സ്പിരിച്വാലിറ്റിയുടെ രീതി. കാരണം അത് ഈശ്വരനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആവട്ടെ, നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആവട്ടെ, എല്ലാത്തിലും ഉള്ളത് ഇതേ സ്വഭാവമാണ്. എല്ലാത്തിനും നമുക്ക് തെളിവുകളില്ല. കാരണം മനുഷ്യന് അറിയാൻ കഴിയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചില ഹൈപ്പോത്തസിസുകൾ ഉണ്ടാകുന്നു. ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഹൈപ്പോത്തസിസ്, സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള ഹൈപ്പോത്തസിസ്, ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ഹൈപ്പോത്തസിസ്, ഈശ്വരൻ്റെ സങ്കല്പത്തെക്കുറിച്ചുള്ളതും ഒക്കെയുള്ളത്. ഈ ഇത്തരം ഹൈപ്പോത്തസിസുകളിൽ ഓരോ കൾച്ചറിലും എങ്ങനെയാണോ ഹൈപ്പോത്തസിസുകൾ ഉയർന്നു വന്നത് അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം പല രീതിയിലാണ്. തപസ് കൊണ്ടായിരിക്കാം, മനസ്സുകൊണ്ടായിരിക്കാം, ആരാധന കൊണ്ടായിരിക്കാം, അതുപോലെ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോസസ്സുകൾ വഴിയായിരിക്കാം. ഈ അന്വേഷണമാണ് അതിൻ്റെ രീതി. അത് ഉള്ളിലുള്ള രീതിയാണ്, അത് ബഹിർ രീതിയല്ല. ശാസ്ത്രത്തിൻ്റെ രീതി വെളിയിലാണ്. പക്ഷേ എസെൻഷ്യലി ശാസ്ത്രത്തിൻ്റെ രീതിയും ഉള്ളിൽ തന്നെയാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്. ഏതൊരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിച്ചതെല്ലാം അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, പുറത്തുനിന്നൊന്നുമല്ല. പുറത്തുള്ളതെല്ലാം ഫിസിക്കൽ ഒബ്സർവേഷൻ മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ആ പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ സ്പിരിച്വാലിറ്റിയുടെ വഴിയും ശാസ്ത്രത്തിൻ്റെ വഴിയും ഒന്ന് തന്നെയാണ്. അറിവില്ലാത്തതിനെ അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള വഴികളാണ് രണ്ടും. സംഗീതം, അല്പാകായനി, ഏതെങ്കിലും താങ്കൾക്ക് ഇഷ്ടമുള്ള 4 വരി മാത്രം. സംഗീതം എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയ സംഗീതമുണ്ട്, ചലച്ചിത്ര സംഗീതമുണ്ട്, ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ ചലച്ചിത്ര സംഗീതമാണല്ലോ നമ്മളിപ്പോൾ സംഗീതം എന്ന് പറഞ്ഞത്. താങ്കൾ വീട്ടിൽ താങ്കളുടെ ഒഴിവ് സമയങ്ങളിൽ നിത്യവും പാട്ട് പാടുന്ന ഒരാളാണ്. താങ്കളുടെ പാടുന്ന പാട്ടുകളെ ലിസ്റ്റ് കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ ഞങ്ങൾക്കൂടെ കേൾക്കാനൊരു അവസരം. ഏതെങ്കിലും 4 വരി. ചലച്ചിത്ര സംഗീതമായിക്കോട്ടെ. ചലച്ചിത്ര സംഗീതം. അപ്പോൾ ഞാൻ സ്പിരിറ്റിൽ നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ട് പാടാം. 4 വരി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനായി മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ, ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന തൂനിഴൽ തുമ്പുമായി പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറം നാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനായി മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ, തിരികളുണ്ടാത്മാവിനുള്ളിൽ. പ്രണയം ഉണ്ടായിരുന്നോ? ഇല്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ISRO ചെയർമാനായി. ഗഗന്യ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമാണ്. കാരണം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. എന്തുകൊണ്ട് നമ്മുടെ ആസ്ട്രോനോട്ട്സിൻ്റെ പേരുകൾ ISROയും എയർഫോഴ്സും ഗവൺമെൻറ്റും എല്ലാം ടോപ്പ് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നു? അതൊന്നും സീക്രട്ട് അല്ല. അവർ എയർഫോഴ്സിൽ നിന്ന് സെലക്ട് ചെയ്ത ടെസ്റ്റ് പൈലറ്റുകളാണ്. പക്ഷേ അവർക്കൊരു സ്വകാര്യ ജീവിതമുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അനൗൺസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് പുറത്ത് പോകുമ്പോൾ പബ്ലിക് അവരുടെ പുറകെ ട്രാക്ക് ചെയ്യും, അവരുടെ സ്റ്റോറികൾ എഴുതാൻ തുടങ്ങും, അവരെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് സോഷ്യൽ സർക്കിളിൽ വല്ലാതെ വർദ്ധിക്കും. അപ്പോൾ അവരുടെ ഒരു പ്രൈവസി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളത് പുറത്ത് വരാത്തത്. അല്ല, നമ്മൾ അവരെ പുറത്ത് വരാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും അത് ഗഗൻയാൻ യാത്രയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ട് അതിന് മുമ്പ് തന്നെ ആ പേരുകൾ പുറത്ത് വിടുന്നതായിരിക്കും. അപ്പോൾ പത്രക്കാരെയാണ് പേടിക്കുന്നത് കൂടുതൽ? പത്രക്കാരല്ല. കാരണം നമ്മുടെ സ്വഭാവം എന്നറിയാമല്ലോ, നമ്മുടെ ജേർണലിസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ സ്വഭാവം, അവരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ 4 മനുഷ്യരെക്കുറിച്ചായിരിക്കില്ല അവർ അന്വേഷിക്കുന്നത്, അവരുടെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഇപ്പം ഇതിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണത്. ഇത്തവണ കേരളത്തിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ വെക്കേഷന് ബാംഗ്ലൂരിൽ നിന്ന് കേട്ടൊരു കാര്യം, ഒരു പക്ഷേ താങ്കൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നുണ്ടോ? അങ്ങനെ ചോദിക്കാൻ കാര്യം, ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ പല സുഹൃത്തുക്കളും ISRO ചെയർമാൻ, പിന്നെ മന്ത്രിയാവും അല്ലെങ്കിൽ MP ആകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴും സർവീസിലാണ്, ഇനിയിപ്പോൾ ഒത്തിരി സോ വൈ ഈസ് ദിസ് റൂമർ, ലെറ്റ്സ് ഇറ്റ് ഹാവ് എനി ബേസിസ്? എനിക്കറിയില്ല. കാരണം അതിനെക്കുറിച്ച് ഞാൻ താല്പര്യവും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ഇപ്പോൾ എൻ്റെ തൽക്കാലം ലക്ഷ്യം ISROയിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഗഗൻയാൻ പ്രോഗ്രാമുണ്ട്, അതിൻ്റെ വർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ ഒരുപാട് ലോഞ്ചുകളുണ്ട്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മറ്റ് ചിന്തകളൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ന്യൂസ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ISROയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ്, ഇനിയും വരാൻ പോകുന്ന പ്രോജക്ട്സുകളിൽ there are many inspiring projects. നമ്മൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി we are not touching the technical aspect of this. ബട്ട് ഈ സാധാരണ മനുഷ്യനെ വളരെ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന എന്തെല്ലാം പ്രോജക്ട്സാണ്? നമ്മൾ ISROയുടെ എല്ലാ പ്രോജക്റ്റുകളും അത്തരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഗഗൻയാനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന നേരത്ത് മറ്റൊരു തലമുണ്ട് നമ്മുടെ ISRO വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും മിനിസ്ട്രികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അത് പലപ്പോഴും വലിയ അറ്റൻഷൻ കിട്ടാറില്ല. ISRO തുടങ്ങിയ കാലത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമായിരുന്നു. കൃഷി,
അതുപോലെ സാമൂഹ്യ ക്ഷേമം, വിദ്യാഭ്യാസം, വിദൂര മെഡിക്കൽ ഹെൽപ്പ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകളുടെ സ്കാനിങ്, സെക്യൂരിറ്റി, ഇതിനെക്കുറിച്ചൊക്കെല്ലാം സ്പേസ് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മിനിസ്ട്രികൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, ആ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പ്രോഗ്രാമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ള ഓഷ്യൻ സാറ്റ് എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് ഞങ്ങൾ വിക്ഷേപിച്ചത്. പക്ഷേ അതിനെക്കുറിച്ച് അധികം ആരും പറയാറില്ല. അതുപോലെ ഇപ്പോൾ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS നമ്മുടെ വെതർ ക്ലൈമറ്റിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഉപഗ്രഹമാണ്. നമ്മുടെ സൈക്ലോണുകൾ ഉണ്ടാകുന്നത്, അതിൻ്റെ ജനസിസ്, അതിൻ്റെ ട്രാവൽ, അത് എപ്പോഴാണ് നമ്മുടെ കരയിൽ വന്ന് ഇടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. അതുപോലെ മഴയുടെ പ്രഡിക്ഷൻ, വെതർ മോഡലിംഗ്, IMD നടത്തുന്ന വെതർ മോഡലിങ്ങിന് നമ്മുടെ ഉപഗ്രഹങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ അതിലൊന്ന്. അതുപോലെ തന്നെ നമ്മളുടെ ഇതേപോലെ പ്രധാനപ്പെട്ടതാണ് റിസോഴ്സ് സാറ്റ്. അത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ച് സ്കാൻ ചെയ്യുന്നു. കാർട്ടോസാറ്റുകൾ, നമ്മുടെ ഹൈ റെസൊല്യൂഷൻ ഇമേജ് 0.3 മീറ്ററുള്ള ഇമേജാണ് നമ്മുടെ ബേസിക് മാപ്പ്, ഇന്ത്യയുടെ മാപ്പ് നിർമ്മിക്കുന്ന ജിയോളജിക്കൽ സർവേ, മറ്റ് സർവേ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഉപയോഗിക്കുന്ന മാപ്പ് നമ്മുടെ സാറ്റലൈറ്റ് ഡാറ്റ കൊണ്ടാണ്. അതുപോലെ നമ്മൾ 3D എലിവേഷൻ മാപ്പ് ഉണ്ട്, നമ്മുടെ ഉയരവും താഴ്ചയും കാണിക്കുന്ന. ഇതിലുകൊണ്ടാണ് നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് എവിടെയൊക്കെ വെള്ളം കയറുമെന്നും വെള്ളം കയറില്ല എന്നൊക്കെ ഉള്ള 3D എലിവേഷൻ, അതായത് ഡിജിറ്റൽ എലിവേഷൻ മാപ്പുകൾ ഉണ്ടാക്കുന്നത് ഇതാണ്. ഈ ഡിജിറ്റൽ എലിവേഷൻ മാപ്പാണ് ഈവൻ നമ്മുടെ എയർഫോഴ്സുകാർ അവരുടെ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിച്ചിട്ട് ഫ്ലൈറ്റ് പ്ലാനിങ്ങിൽ പോലും ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ വളരെ വ്യത്യാസപ്പെട്ട മേഖലയാണ് നമ്മൾ സ്ട്രാറ്റജിക് സൈഡിന്, നമ്മുടെ ബോർഡറുകൾ നിരീക്ഷിക്കാനും മറ്റു വാണിംഗ് കൊടുക്കാനുള്ള ഉപഗ്രഹങ്ങൾ നമ്മൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട കീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്, റോഡ് അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, പവർ ലൈൻസ് 11 kb മുതലുള്ള ലൈനുകൾ റൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റൂട്ടുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പൈപ്പ് ലൈൻ ലൈനിങ്ങിന് ഇന്നും സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് എല്ലാ പൈപ്പ് ലൈൻ ലൈനിങ്ങും പ്ലാൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് അതുപോലെ വേണം. അതുപോലെ ഗവൺമെൻറ് വളരെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്, അമൃത് പ്രോഗ്രാമുണ്ട്, ഗതിശക്തി പ്രോഗ്രാമുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ഡാറ്റ കൊടുക്കുന്നത് ISRO ഉപഗ്രഹങ്ങളാണ്. ഇതിനുവേണ്ടി നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്ലാനിങ്, അതുപോലെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് മോണിറ്ററിങ്, അഗ്രികൾച്ചർ പ്ലാനിങ്, ക്രോപ്പ് ഫോർകാസ്റ്റിംഗ്, ഇതിനൊക്കെ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ശാസ്ത്ര പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ. ഗവൺമെൻറ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, യു റിപ്പോർട്ട് ടു പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അല്ലേ, ISRO ചെയർമാൻ, ഓർ ടു NSA? അല്ല, അങ്ങനെയല്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ട്ലി പ്രൈം മിനിസ്റ്ററാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ മിനിസ്റ്റർ ഇൻ ചാർജ് പ്രൈം മിനിസ്റ്ററാണ്. പക്ഷേ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ആരും നേരിട്ട് പ്രൈം മിനിസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഞങ്ങൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് NSA ആണ്. പ്രൈം മിനിസ്റ്റർ എല്ലാ പ്രോഗ്രാംസും, ഹൂവർ ഈസ് ദ പ്രൈം മിനിസ്റ്റർ, ഡസ് ദ പ്രൈം മിനിസ്റ്റർ കീപ്പ് എ ട്രാക്ക് ഓഫ് എവറിത്തിങ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പൂർണ്ണമായ അറിവുണ്ട്. അദ്ദേഹം എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അക്കാര്യത്തിൽ വളരെ ബോധവാനാണ്, ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററുടെ ഡയറക്റ്റ് PMO ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ടു മച്ച് ഓഫ് പ്രഷർ? അതിനെ പ്രഷർ എന്നല്ല പറയേണ്ടത്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ ചില ധാരണകളുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഈ മേഖല എങ്ങനെ പോകണമെന്നുള്ളതിന് വ്യക്തമായ ചില ധാരണകളുണ്ട്. ആ ധാരണ നമ്മളെ അറിയിക്കും. ആ ധാരണ പ്രകാരമാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് സൈഡുമുണ്ട്. അതിൻ്റെ പ്രൊപ്പോസൽ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നമ്മൾക്കുണ്ടാവണം. കാരണം പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഓഫീസ് ആയതുകൊണ്ട് തന്നെ തെറ്റുകളോ കുറവുകളോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. രണ്ട്, അദ്ദേഹത്തിൻ്റെ വിഷൻ റിഫ്ലക്റ്റ് ചെയ്യണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ. കാരണം ഒരു പ്രൈം മിനിസ്റ്റർ വിഷനാണ് രാജ്യത്തിൻ്റെ വിഷനായിട്ട് മാറേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ ഹെഡാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ വിഷന് അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും നടത്തേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ISROയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്, രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, മൽന്യൂട്രീഷൻ, അങ്ങനെ പല ഇഷ്യൂസ് ഉള്ളപ്പോൾ ഇത്ര കോടിക്കണക്കിന് രൂപ ഈ സ്പേസിലേക്ക് മാറ്റിവെക്കുന്നതും ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാത്തൊരു വിഭാഗമുണ്ട്. ഡു യു തിങ്ക് ദാറ്റ്സ് എ വെരി ഫെയർ കോൾ വാട്ട് ദേ സേ? തീർച്ചയായിട്ടും അല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവില്ലാത്തവർക്കാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ നാടൊന്നുമല്ല. ഇതൊരു വലിയ രാജ്യമാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും അധികം മനുഷ്യർ താമസിക്കുന്ന രാജ്യമാണ്. 140 കോടി മനുഷ്യർ താമസിക്കുന്നു. ഇന്ത്യയുടെ എക്കോണമി ഇന്ന് ലോകത്തെ 5ാമത്തെ എക്കോണമിയാണ്. അത് 3ാമത്തെ എക്കോണമി ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. നമ്മുടെ ആനുവൽ ബജറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നാണ്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എത്രയോ ലക്ഷം കോടികളാണ്. ആ ലക്ഷം കോടികളിൽ നമ്മളൊരു വർഷം
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് വേണ്ടി ചിലവാക്കുന്നത് 11 മുതൽ 13,000 കോടി രൂപ വരെയാണ്. മറ്റു പല മേഖലകളിൽ കമ്പയർ ചെയ്ത് അറിയാൻ പറ്റും. കൃഷി മേഖലയിൽ നമ്മൾ ഒരു വർഷം ചിലവാക്കുന്നത് 1,27,000 കോടി രൂപയാണ്. 1,32,000 കോടി രൂപ. അതുപോലെ നമ്മുടെ തൊഴിൽ അഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷം ചിലവാക്കുന്നത് 87,000 കോടി രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്ര അധികം പണം ഇങ്ങനെയുള്ള മേഖലകളിൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി പോലും ചിലവാക്കുന്നതിൻ്റെ ഒരു 1/8 തുകയാണ് സ്പേസിൽ ചിലവാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 10,000 കോടി രൂപ. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന സ്പേസിൽ ചിലവാക്കുന്ന വളരെ കുറച്ച് എമൗണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതൊരു വലിയ തുകയൊന്നും അല്ല. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 12,000 കോടി രൂപ എന്ന് പറയുന്നത് വെറും നിസ്സാരമായ തുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ആനുവൽ ബഡ്ജറ്റിൻ്റെ 0.5% താഴെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം നമ്മൾ. മറ്റു രാജ്യങ്ങൾ ചിലവാക്കുന്നത്, ഇപ്പോൾ ചൈന ചിലവാക്കുന്ന അവിടെ ഒരു വർഷത്തെ ആനുവൽ ബഡ്ജറ്റിൻ്റെ 3% സ്പേസിനുണ്ടാകും. 3%. അമേരിക്കയ്ക്കും അത്ര നല്ല ഒരു പെർസെൻറ്റേജ് ആണുള്ളത്. അവിടെ ഒരു വർഷം അവരുടെ ആനുവൽ ബഡ്ജറ്റ് സ്പേസിൽ ഏകദേശം $50 ബില്യൺ. നമ്മുടെ ആനുവൽ ബഡ്ജറ്റ് $2 ബില്യൺ താഴെയാണ്. $2 ബില്യൺ താഴെ, അമേരിക്കയുടെ $50 ബില്യൺ. അപ്പോൾ പൊതു ഖജനാവിൽ നിന്നുള്ള ചിലവ് കുറവാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രൊഡക്റ്റോ അതിൻ്റെ ഔട്ട്കമോ വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചറിയാം. നമ്മൾ ചന്ദ്രനിൽ പോയ യാത്രയ്ക്ക് നമ്മൾ ഒരു വർഷം ഈ മിഷൻ ചിലവാക്കി 600 ചില്ലാനും കോടി രൂപയാണ്. ലോകത്തൊരാൾക്കും ചെയ്യാൻ കഴിയില്ല ഈ ഒരു തുകയ്ക്ക് ഇങ്ങനൊരു മിഷൻ. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു സ്പേസ് പ്രോഗ്രാം നടത്തുന്ന ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓൾ റൈറ്റ്, ഇൻട്രസ്റ്റിംഗ്. താങ്കളുടെ ജീവിതത്തിൽ VSSC ഡയറക്ടറായ ശേഷവും ISRO ചെയർമാനായ ശേഷവും പല ചെയർമാൻമാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അടുക്കൽ പേഴ്സണലി. പക്ഷേ ഇപ്പോൾ അവരോടൊക്കെ ചോദിക്കാൻ പറ്റിയൊരവസരം താങ്കളോടാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം യു സ്പെൻഡ് അറ്റ് ദ എയർപോർട്ട്സ്. കാരണം യാത്രകൾ സെൻസ് നോട്ട് ദാറ്റ് യു ആർ സ്റ്റേയിങ് ദ. സോ ഈ media pressure, government pressure, there are a lot of pressures within the ISRO ഉള്ളിൽ. How do you balance? എനിക്ക് പ്രശ്നമൊന്നുമില്ല. No pressure, zero pressure. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഇവിടെ ഇരിക്കില്ല. കാരണം എനിക്കറിയാം, ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് പോലെ എത്രയോ വർക്കുകൾ പല പ്രിപ്പറേഷന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങളോട് ഇവിടെ സംസാരിക്കുന്നതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ ടെൻഷനോ പ്രഷറോ ഒന്നും ഇല്ല. അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടായതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റുന്നത്. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 3 ആണോ ആദിത്യ മിഷൻ ആ സമയത്താണോ? ഐ എം നോട്ട് ഷുവർ അബൌട്ട് വിച്ച് മിഷൻ. ഒരു ബുദ്ധിമുട്ടുണ്ടായി താങ്കൾക്ക് പേഴ്സണലി? മിഷന് വല്ല ബുദ്ധിമുട്ടുണ്ട്? മിഷൻ അല്ല, ഫോർ യു ദർ വാസ് സം പേഴ്സണൽ, വ്യക്തിപരമായ. ഏത് സമയത്ത്? ചന്ദ്രയാൻ സമയത്താണ്? ചന്ദ്രയാൻ 3 ആണോ അതോ ആദിത്യയാണോ? ഡിഡ് യു, അതായത് ഇച്ചിരി സ്പെസിഫിക് ആയിട്ട് ഇഫ് യു പെർമിറ്റ്, ഹെൽത്ത് ഇഷ്യൂ? ചന്ദ്രയാൻ 3യുടെ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ചന്ദ്രയാൻ 3 സമയത്ത് എനിക്കത് വ്യക്തമായിരുന്നില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചന്ദ്രയാൻ 3യുടെ സമയത്ത്. പക്ഷേ എനിക്ക് അന്ന് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. അത് ആദ്യത്തെ L1 ആയപ്പോഴാണ്, 2 മാസം കഴിഞ്ഞിട്ടാണത്. ഞാൻ ആദ്യത്തെ L1ൻ്റെ ലോഞ്ച് നടക്കുന്ന ദിവസം, അന്നത്തെ ദിവസം രാവിലെ ഞാനൊരു സ്കാനിങ് നടത്തി എൻ്റെ. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് എൻ്റെ വയറിലൊരു അർബുദ രോഗബാധയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അന്ന് ലോഞ്ച് നടക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്കത് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലൂ കിട്ടി. ലോഞ്ച് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ പോയി അത് സ്കാൻ ചെയ്തപ്പോൾ അന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. പിന്നീട് അതിന് വേണ്ട ബാക്കി ടെസ്റ്റുകൾ ഒക്കെ ചെയ്തപ്പോഴാണ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ 4 ദിവസത്തിനുള്ളിൽ എനിക്ക് ഉറപ്പായി അങ്ങനെ ഒരു ഗ്രോത്ത് എൻ്റെ വയറ്റിലുണ്ടെന്ന്. അതെൻ്റെ വൻകുടലിലുണ്ടായ ഒരു അർബുദ രോഗമാണ്. അപ്പോൾ ആദ്യത്തെ L1ന് ശേഷം അത് ഞാൻ അപ്പോഴേ എനിക്ക് കിട്ടിയ അഡ്വൈസ് അത് അപ്പം തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം കഴിഞ്ഞിട്ടുള്ള കീമോതെറാപ്പി പ്രോസസ്സ് അതും കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒപ്പം നടന്നു കൊണ്ടുപോയിരുന്നു. ഒരു കാലം ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നു. താങ്കളുടെ കുടുംബത്തിന്, ക്ലോസ് ഫാമിലി, ഇതൊരു ഷോക്കായിരുന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അവർക്കൊരു ഷോക്കായിരുന്നിരിക്കും. കാരണം പക്ഷേ അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന കാര്യവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ കുറേ കൂടെ അതിനൊരു സൊല്യൂഷനുള്ള ഒരു മേഖലയാണിപ്പോൾ. കാരണം ഇതൊന്നും ഇൻക്യൂറബിൾ അല്ല എന്നുള്ളൊരു മെസ്സേജ് ഇന്ന് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആൾക്ക് അറിയാം കുറേയൊക്കെ. അതുപോലെ നമ്മുടെ ഫാമിലിയിലും അങ്ങനെ എൻ്റെ സ്വന്തം ഫാമിലിയിലല്ല, എൻ്റെ റിലേറ്റഡ് ഫാമിലികളിലൊക്കെ അത്തരം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്
അവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ടും ഇതിനെക്കുറിച്ചുള്ള ഭയപ്പാട് ഒരുപാട് കുറയ്ക്കാൻ പറ്റി. പക്ഷേ എന്നാൽ പോലും ഫാമിലിയിലുള്ളവർക്ക് അതിനെക്കുറിച്ച് ഏറ്റവും അടുത്തുള്ളവർക്ക് ആ കാര്യത്തിൽ വളരെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ അതിൽ നിന്നും കംപ്ലീറ്റ് രോഗവിമുക്തനായി എന്ന് പറയാൻ കഴിയും? എനിക്കറിയില്ല. കാരണം അത് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പ്രോസസ്സിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ആദ്യ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു, അതിൻ്റെ കീമോതെറാപ്പി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എല്ലാ വർഷവും ഇനി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, സ്കാനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഞാൻ പൂർണ്ണ ആരോഗ്യപരമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് രോഗം കണ്ടുപിടിച്ചപ്പോൾ മുതലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ ഒരു 4 ദിവസമാണ് ആശുപത്രിയിൽ പോയത്, ലീവ് എടുത്ത് എൻ്റെ ഓപ്പറേഷന് വേണ്ടി. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ഓപ്പറേഷൻ്റെ പോലെ ഞാൻ എൻ്റെ ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും അത് രോഗം വന്നതുകൊണ്ട് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡു യു ഹാവ് പെയിൻ ഇപ്പോൾ? ഒന്നുമില്ല. എനിക്ക് അതിന് മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. പെയിനൊന്നും അതില്ല. ഇതൊരു ഗ്രോത്ത് ഡിറ്റക്ട് ചെയ്തു, അതെടുത്ത് കളഞ്ഞു, അത്രയേ ഉള്ളൂ. എനിക്ക് ആ ഓപ്പറേഷൻ നടത്തിയതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്നു എന്ന് മാത്രം. ഈശ്വരൻ താങ്കളെ കംപ്ലീറ്റ്ലി രോഗവിമുക്തനാക്കട്ടെ. ഞങ്ങളുടെ ക്രൂ വലിയൊരു സർപ്രൈസ് താങ്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂ ലാൻഡ് ചെയ്യാൻ സമയമായി. ഓൾ ഗുഡ് തിങ്സ് ഹാവ് ടു എൻഡ്, ഇസൻറ്റ് ഇറ്റ്? മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളെ കാണാനായി ബാംഗ്ലൂരിലെ പ്രസിദ്ധരായ 2 ആർട്ടിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു പക്ഷേങ്കിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നിന്നുള്ള സംഗീതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. പലദിനമായി ഞാനോ ബലഭദ്രാനുജ നിന്നെ ഫലമോടു കാൺമതീന്നു കനിയല്ലേ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ ഇത് രാജേഷ് മാരാർ, ഇത് ദിനഗിരീഷ് മാരാർ. വളരെയധികം നന്ദി. ഇത്രയും നേരം ഞങ്ങളോട് കൂടെ വന്ന് സഹകരിച്ചതിനും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പറഞ്ഞ് മലയാളികളെ
എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ ഒരു പക്ഷേങ്കിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നൽകി ഞങ്ങളുടെയൊക്കെ ഒരു 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 ഇൻസ്പിറേഷനാണ് താങ്കൾ. സമയത്തിൻ്റെ മൂല്യം എന്താണെന്നും സമയത്തിൻ്റെ എന്തുകൊണ്ട് സമയത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും ഒക്കെ പല സന്ദർഭങ്ങളിലും ഞങ്ങളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ് അങ്ങ്. ടാർമാക് മീഡിയ ഹൗസിൻ്റെ ഈ ഒരു പുതിയ സംരംഭം റൈറ്റ് ടേക്ക് എന്നുള്ള ഇൻ്റർവ്യൂ സീരീസിൻ്റെ മലയാളത്തിലുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് താങ്കളെ തന്നെ കിട്ടിയതിൽ വലിയ ഭാഗ്യമായി. ഇതിൻ്റെ ഇംഗ്ലീഷ് പിന്നെ സീരീസും വരും. താങ്ക് യു സോ മച്ച്. Really appreciate on behalf of Nirmadi Productions and the entire crew also. I want to thank you. Also on behalf of Inspired Indian Foundation and Abdul Kalam Foundation in Rameshwaram. Dr. Somnath, thank you so much. താങ്ക് യു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നതിനും വളരെ നന്ദി. ടാർമാക്കിൻ്റെ ഈ ആദ്യ സംരംഭമായ മലയാളത്തിലുള്ള ഇൻ്റർവ്യൂ വളരെ കേൾക്കുന്നവർക്കും ശ്രവിക്കുന്നവർക്കും എല്ലാം വളരെ പ്രയോജനപരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഇൻസ്പയർ ഇന്ത്യ ഫൗണ്ടേഷൻ്റെയും അബ്ദുൽ കലാം ഫൗണ്ടേഷൻ്റെയും താങ്കളുടെയും ഈ പ്രവർത്തനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും വളരെ ഇൻസ്പിറേഷണലായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ താങ്കൾ പ്രത്യേകിച്ചും ഡിഫൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറേ കാലം ചെയ്തിട്ടുണ്ട്. ഈ ഫൗണ്ടേഷന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതും എൻ്റെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ പ്രയോജനപരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സന്ദർഭം ഉണ്ടാക്കി തന്നതിനും ഇതുപോലെ ഭംഗിയുള്ള ഒരു കലാകാരന്മാരെ ഒരു വാദ്യം കേൾപ്പിക്കാൻ കഴിഞ്ഞതിനും സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ സംരംഭത്തിന്. താങ്ക് യു. Thank you so much and please do keep watching Tarmac Media House. Thank you. Jai Hind. എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ സോംനാഥ് സാറുമായിട്ടുള്ളത്? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഫിലിം, ഈ ഡോക്യുമെൻ്ററി ഞങ്ങൾ ചെയ്തത് ദ മേക്കിംഗ് ഓഫ് ദ ഫിലിമിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 30ഓളം അടങ്ങുന്ന ക്രൂ ആയിരുന്നു ഞങ്ങളുടേത്. ഒരു മാസം നീണ്ടു നിന്ന പ്രിപ്പറേഷൻസ്. ഫെബ്രുവരി 19-നാണ് ഇൻ്റർവ്യൂ നടന്നത്. പക്ഷേങ്കിൽ ഓൾമോസ്റ്റ് ജാനുവരി പകുതിയോടുകൂടി സോംനാഥ് സാർ ഡേറ്റ് ഫിക്സ് ആക്കിയപ്പോൾ മുതൽ നമ്മൾ ഇതിൻ്റെ പ്രിലിമിനറി പരിപാടികളെല്ലാം തുടങ്ങി. ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്ലാനിങ്ങുകളായിരുന്നു. ഒരു ടീം നമ്മൾ പല സ്ഥലങ്ങളും ഇതിൻ്റെ ലൊക്കേഷനായിട്ട് നമ്മൾ നോക്കി. അങ്ങനെ ഫൈനലി നമ്മൾ നാരോ ഡൗൺ ചെയ്ത ഒരു സ്ഥലമാണ് മാംഗോ മിസ്റ്റ് എന്ന് പറഞ്ഞ വളരെ സുന്ദരമായ ഒരു റിസോർട്ട് ബാംഗ്ലൂരിലെ. അങ്ങനെ അവിടെ ചെന്നു. നമ്മളുടെ ഒരു ടീം ചെന്ന് ഈ ഷൂട്ടിൻ്റെ ലൊക്കേഷൻസ് എല്ലാം നമ്മൾ നോക്കി. അങ്ങനെ 2 സ്ഥലം ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. മലയാളം ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലവും ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലവും 2 ലൊക്കേഷൻ അവിടെ തന്നെ. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ് ഐഡിയ സോംനാഥ് സാറിന് അയച്ചു കൊടുത്ത് സാർ അത് ഓക്കെ ചെയ്തു. ബിക്കോസ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പിന്നെ പല എക്യുപ്മെൻറ്റും ഞങ്ങൾക്ക് പുറത്തുനിന്ന് നിർമ്മിതി പ്രൊഡക്ഷൻസാണ് ടാർമാക് മീഡിയയുടെ എല്ലാ വീഡിയോയും എല്ലാ പ്രോഗ്രാമും ചെയ്യുന്നത്. വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു യൂണിറ്റാണ് നിർമ്മിതി പ്രൊഡക്ഷൻസ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മെഗാ സ്കെയിൽ ഷൂട്ട്, അതായത് ഒരു ഫിലിം ഷൂട്ടിൻ്റെ കൂട്ട് തന്നെയായിരുന്നു. വളരെയധികം സമയമെടുത്ത് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷൻ നമ്മൾ മാറുമ്പോൾ 3-4 മണിക്കൂറെടുക്കും സെറ്റ് ചെയ്യാൻ. മലയാളം ഇൻ്റർവ്യൂ ഞങ്ങൾ ചെയ്തത് ട്വിലൈറ്റ്, അതായത് ഒരു 4:30 തൊട്ട് 6:30 സമയത്തെ ആ സൂര്യാസ്തമനത്തിൻ്റെ ആ ഒരു മാജിക് ആണ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തത്. ലൈറ്റ് പ്ലസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും എല്ലാം വളരെ ഡിഫറെൻ്റായിട്ട് തന്നെ. ആൻഡ് ISRO ചെയർമാൻ റിയലി എൻജോയ്ഡ് ഇറ്റ്. അദ്ദേഹത്തിനും വളരെ ഡിഫറെൻ്റായിട്ട് തന്നെയാണ് ഈ എക്സ്പീരിയൻസ്. എൻ്റെ ജേർണലിസം ജീവിതത്തിലെ ഒരു പക്ഷേങ്കിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഈ റൈറ്റ് ടേക്ക് എന്ന സംരംഭത്തിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ സീരീസിലുള്ള ആദ്യത്തെ പ്രൊഡക്ഷൻ. കാരണം നമ്മൾ പറയത്തില്ലേ, നമ്മൾ നല്ലതായിട്ട് ഹോംവർക്ക് ചെയ്താൽ പരീക്ഷയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പരീക്ഷയുടെ എത്ര പിന്നെ കഠിനമായ ക്വസ്റ്റ്യങ്ങളാണെങ്കിലും ഇഫ് യു ഡു ഗുഡ് ഹോംവർക്ക് യു ക്യാൻ
പെർഹാപ്സ് ടേക്ക് ഓൺ ടഫ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇതിൽ യുനോ പല രീതിയിലുള്ള റിസർച്ച് ടീമുകളുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലുള്ള ഇൻ്റർവ്യൂവിലും ഇംഗ്ലീഷിലുള്ള ഇൻ്റർവ്യൂവിലും ക്വസ്റ്റ്യൻസ് തന്നെ പ്രിപ്പയർ ചെയ്യാൻ എന്നെ സഹായിക്കാൻ നല്ലൊരു ടീം ഉണ്ടായിരുന്നു. ISROയിൽ നിന്നും മീഡിയ രംഗത്തു നിന്നും അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും നല്ലൊരു ടീം ഉണ്ടായിരുന്നു. ഈ മലയാളം ഇൻ്റർവ്യൂവിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം സോമനാഥ് സാറിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്സ്, സോമനാഥ് സാറിൻ്റെ ഫ്രണ്ട്സും ഒക്കെ. 7 hours ഓഫ് ഡാറ്റ ഉണ്ടായിരുന്നു. 3-4 ക്യാമറയുടെ 7 hours ഓഫ് ഡാറ്റ അതെല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കി. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഇടം നേടിയെന്ന് തോന്നുന്നു. നിങ്ങൾ യങ്സ്റ്റേഴ്സിനും സ്കൂൾ ടീച്ചേഴ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യണം. പിന്നെ ടാർമാക് മീഡിയ ഹൗസിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണൊന്നും പ്രസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, പ്ലീസ് ഡു സപ്പോർട്ട്. ഇത്രയും വലിയൊരു സംരംഭമൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ മാസീവ് എഫോർട്ട്. അപ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. സോ ദോസ് ഹു ക്യാൻ അഫോർഡ് പ്ലീസ് സപ്പോർട്ട് us ആസ് വെൽ. ഇതിലും മനോഹരമായ പ്രോഗ്രാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മനോഹരമായ പല ഇൻ്റർവ്യൂകളും ഞങ്ങൾ എത്തിക്കാം. നിങ്ങളാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനാണ്. ബിക്കോസ് ഐ റിപ്പോർട്ട് ടു യു, മൈ റീഡേഴ്സ്, മൈ വ്യൂവേഴ്സ്. എന്തെങ്കിലുമൊക്കെ പിന്നെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എനിക്ക് എഴുതണം. ഒരു വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. നിങ്ങളാണ് എൻ്റെ എൻ്റെ ഇൻസ്പിറേഷൻ. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് സോമനാഥ് സാറിൻ്റെ പേഷ്യൻസ് ലെവലാണ്. ഒത്തിരി കാര്യങ്ങൾ, അതാണ് നമ്മൾ മഹാന്മാരുടെ കൂടെ കൂടിയാൽ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കലാം സാറിൻ്റെ കൂടെ ഉള്ള ചെറിയ യാത്രകളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള സംഭാഷണങ്ങളിൽ നിന്നൊക്കെ വിലമതിക്കാനാവാത്ത അനുഭവങ്ങളാണ്. പ്രൈസ്ലെസ് ലേണിങ്സ്. അതുപോലെ തന്നെയായിരുന്നു സോമനാഥ് സാറിൻ്റെ കൂടെ അത്രയും അധികം സമയം ചിലവഴിക്കാനും. അദ്ദേഹത്തിന് ഇടയ്ക്കിടെ നമ്മൾ കറക്റ്റായിട്ട് ബ്രേക്ക് കൊടുത്തു. ബിക്കോസ് ഈ ഓൾസോ ഹാഡ് ടു വർക്ക്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യേണ്ട പ്രൈവസി വേണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിംപ്ലിസിറ്റി, എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിൽ നിന്നും ഓരോ ജേർണലിസ്റ്റുകൾക്കും പല പാഠങ്ങളാണ് പഠിക്കാൻ കഴിയുന്നത്. ഇത് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അതായത് ആസ് എ ജേർണലിസ്റ്റ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് ഐ തിങ്ക് അദ്ദേഹത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അദ്ദേഹം സോ ഇറ്റ് വാസ് എ ഹ്യൂജ് ലേണിംഗ് പ്രോസസ്സ്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ്, അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ വി ആർ ഡെഫിനറ്റ്ലി ലുക്കിംഗ് ഫോർ പീപ്പിൾ ടു സപ്പോർട്ട് us, കോർപ്പറേറ്റ് ഹൗസസ്, ഇൻഡിവിജ്വൽസ് ഹു ക്യാൻ. ഇങ്ങനത്തെ നല്ല പ്രോഗ്രാമുകൾക്ക് സപ്പോർട്ട് ആവശ്യമാണ്. സോ അതുകൊണ്ട് പ്ലീസ് ഡു റൈറ്റ് ടു us. അങ്ങനെ ഞങ്ങളുടെ ജേണിയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന കോർപ്പറേറ്റ് ഹൗസസോ അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻഡിവിജ്വൽസിനൊക്കെ പ്ലീസ് ഞങ്ങളോട് ജോയിൻ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കിട്ടുന്നതിനകത്തു നിന്നുള്ള എനി പ്രോഫിറ്റ് വി മേക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ പ്രോഗ്രാംസൊക്കെ കാണുന്നവർക്കറിയാം, എ പോർഷൻ ഓഫ് ഇറ്റ് വിൽ ഗോ ടു സപ്പോർട്ട് അൺസങ് ഹീറോസ്. കലാം സാർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ, പണ്ട് ലാലേട്ടൻ പറഞ്ഞതിൻ്റെ കൂട്ട് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, നമ്മുടെ മഹാനായ നടൻ മോഹൻലാൽ, നിങ്ങളില്ലാതെ എന്താഘോഷം. അതുപോലെ തന്നെ നിങ്ങളില്ലാതെ ഒരു ജേർണലിസ്റ്റിന് എന്ത് ഇൻസ്പിറേഷനാണ്. താങ്ക് യു. ജയ് ഹിന്ദ്. My name is Ryan Upadhyay. Today I am going to speak about my famous scientist and President of India, our beloved APJ Abdul Kalam Sir. Dr. APJ Abdul Kalam Sir was of
famous aerospace scientist and was born in a small town in Tamil Nadu, Rameswaram, in 1931 in a poor family, but with his hard work and dedication, he worked in ISRO, DRDO, and became the 11th President of India. He was also known as the Missile Man of India. Now, with his wishing, India became the fourth country to land on the entire moon, and the first country to land on the moon's south pole amongst 195 countries. Now I'm going to talk about Chandrayaan 3 model. The Chandrayaan 3 model consists of the propulsion module, the satellite, the lander Vikram, and the rover Pragyan. The propulsion module. The propulsion module consists of the satellite, the lander Vikram, and the rover Pragyan. 2. Satellite. It is ditched with the lander Vikram, and it breaks off with the lander Vikram and make the lander land safely and go back to its orbit. 3. The lander. It soft lands on the moon and leaves the rover there on its bridge. 4. The rover Pragyan. The rover Pragyan is a 6-wheeled vehicle, and it gives us info about lander, about the moon's surface, ice, water, and whether there is atmosphere all around the moon. APJ Abdul Kalam is my role model, and I want to become a famous aerospace scientist like him and make my country proud. Jai Hind!